എല്ലാവർക്കും നമസ്കാരം. JRCM വെരി വെരി പ്ലസന്റ് ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോ നമ്മളെല്ലാവരും RCM എന്ന ഈ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാ, ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും സ്റ്റാറിന്റെ ബിലീവേഴ്സാ. ഞാൻ സ്റ്റാർ ആണെന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഞാനൊരു ലീഡർ ആണെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. നമുക്ക് വിശ്വാസത്തോടൊപ്പം തന്നെ പ്രവർത്തനം വേണം, അല്ലേ? അപ്പോ എന്തായാലും നേരത്തെ നമ്മുടെ ശോഭ മേഡം പറയണ്ടേ, ഞാനിപ്പോ സ്റ്റേറ്റ് ഒക്കെ കടന്ന് ആണ് ഇനി ഞാൻ തമിഴിൽ സംസാരിക്കുള്ളൂ, അല്ലേ? ഏഹ് അത് എന്താ പറയാ, നമ്മളങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളോ, പുതിയ കൾച്ചർ, പുതിയ സംസാര രീതികൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും. അപ്പൊ ആ പുതിയ പുതിയ കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ RCMിലുള്ള നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മൾ ആ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. എനിക്ക് RCM എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് കയ്യിൽ തന്നിട്ടത്, അതിന്റെ അവസരം വലുതാണെന്ന് നമ്മൾ എപ്പോഴും ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവസരം വലുതാണ്, ആ വലുതിന്റെ ഉള്ളിൽ ഞാൻ എത്രത്തോളം വലുതാവാൻ നോക്കി എന്നതാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് അങ്ങനെ എന്താ പറയുക, നമ്മളിന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ചിലപ്പോ നമുക്ക് തോന്നും, അല്ല ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ശരിയായിരിക്കാം. ഒരു ചിലപ്പോൾ തോന്നും, അല്ല ഇത് ഞാൻ ഇന്നലെയും കൂടി എൻ്റെ ടീമിന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യമാണല്ലോ, അങ്ങനെയും തോന്നാം. ഏഹ് ചില ആളുകൾക്ക് തോന്നും, അയ്യോ ഇത് പുതിയൊരു അറിവാണല്ലോ, അങ്ങനെയും തോന്നാം. ഓക്കെ, ഇതെല്ലാം മിക്സ് ആയിരിക്കും, ഇതെല്ലാരും തോന്നും. കാരണം നമുക്ക് പുതിയതായിട്ട് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. നമ്മൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി എത്രത്തോളം ഒപ്റ്റിമൈസേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഒന്നും കൂടി എത്രത്തോളം അതിനെ ഫോക്കസ്ഡ് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നതിലാണ് ഏറ്റവും പ്രധാനം. എന്നും പുതിയത് 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 എന്നതിനേക്കാൾ നല്ലത് ഉള്ളതിനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നതാണ്. നമ്മുടെ ഡോക്ടർ ആൻസർ എപ്പോഴും പറയാറുണ്ട്, ബെറ്റർ ടു ബെറ്റർ, അല്ലേ? എന്നും ബെറ്റർ ആവാൻ ശ്രമിക്കുക. ഇന്നലത്തേക്കാൾ നല്ലതാവാൻ ഞാൻ ഇന്ന് ശ്രമിക്കണം, ഇന്നത്തേക്കാൾ ബെറ്റർ ആയിട്ട് നാളെ ആവണം. അങ്ങനെ ഒരു അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ ആവശ്യവും, നമുക്ക് എല്ലാം കൊണ്ടും ആവശ്യം. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കി പോവുക എന്നതാണ്. അപ്പോ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് വിജയിച്ച ആൾക്കാരെ കാണാം, ഒരുപാട് സക്സസ് ആയ ആളുകളുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്, സക്സസ് ആയവർ, അല്ലേ? നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എമറാൾഡ് ടെക്നിക്കൽ അച്ചീവേഴ്സ് ഒക്കെ അതിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ എമറാൾഡ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ആദ്യമായിട്ട് വരുന്ന, നമ്മുടെ ടീമിൽ വരുന്ന ഒരു പുതിയ വ്യക്തി, ഇന്ന് ജോയിൻ ചെയ്തൊരു വ്യക്തിയോട് നിങ്ങൾ അവരുടെ ഏറ്റവും വലിയൊരു അവരുടെ ഏറ്റവും പെട്ടെന്ന് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് സ്റ്റാർ ആയിരിക്കും. സ്റ്റാർ പൊസിഷൻ, എനിക്ക് സ്റ്റാർ പൊസിഷൻ നേടണം സാറേ എന്നതായിരിക്കും അവരിന്ന് പറയണ്ടാവുക. പിന്നെ സ്റ്റാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു റണ്ണറോ വിന്നറോ ഒക്കെ ആവണ സമയത്തായിരിക്കും അവർ പറയുക, എനിക്ക് റോയൽറ്റി ആവണം സാറേ, കാരണം റോയൽറ്റി ഇൻകം കൂടി എനിക്ക് ആവശ്യമുണ്ട്, റോയൽറ്റി വരുമാനം എൻ്റെ വീട്ടിലേക്ക് വേണം എന്നൊരു ആഗ്രഹം അവർക്ക് വരും. അങ്ങനെ അവർക്ക് ആ റോയൽറ്റി ഇങ്ങനത്തിലേക്ക് പോകാനുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആഗ്രഹം അവർക്ക് തുടങ്ങും. ഇനി റോയൽറ്റി എത്തി കഴിയുമ്പോഴോ, ഒരു റോയൽറ്റി എത്തി, അല്ലെങ്കിൽ ഒരു ഗോൾഡ്, സ്റ്റാർ ഗോൾഡൊക്കെ ആകുമ്പോൾ പിന്നെ അവരുടെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് ഇനി ടെക്നിക്കലാവണം. ഒരു ബിഗിനറിന് ചോദിച്ചാൽ ബിഗിനർ ഇപ്പൊ പെട്ടെന്ന് റോയൽറ്റി പറയില്ല. പക്ഷെ ഈ യാത്രയിലൂടെ നടന്നു പോകുന്ന ആളുകളാണ് ഓരോ ട്രാൻസ്ഫോർമേഷനും കഴിയുമ്പോഴും, ഓരോ മാറ്റം കഴിയുമ്പോഴും അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ടെക്നിക്കലാണെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന പേരാണ് എമറാൾഡ്. എനിക്ക് എമറാൾഡ് ആവണം. നമ്മുടെ ഗിരീഷ് സാറാണെങ്കിൽ നമ്മളെങ്ങനെ എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി വിളിച്ച് പറയിപ്പിച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ചാണ്. കാരണം നമുക്ക് എമറാൾഡ് ആവണം, ശരിയല്ലേ? ഇതിൽ എമറാൾഡ് ആവണമെന്നല്ല എല്ലാവരും ആഗ്രഹം. ഏഹ് എമറാൾഡ് ആവണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഏഹ് കൈയടിക്ക്, ഹാൻഡ് റൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും കൂടി ഉണ്ടെന്ന് അറിയണല്ലോ. എല്ലാ കുറെ വരുന്നുണ്ട്, കയ്യടി ഞാനൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഏഹ് അപ്പൊ നമുക്ക് എമറാൾഡ് ആവണം. അപ്പൊ അതാ പറഞ്ഞു, നമുക്ക് സക്സസ് ആയ ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് എമറാൾഡ്. എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, കുറെ നമുക്ക്
എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ എമറാൾഡുമാരുണ്ട്, സ്റ്റാർ എമറാൾഡുമാരുണ്ട്. ഏഹ് ഇനി റീസെന്റ് റൂബിയും നമുക്ക് വരും അല്ലേ? ഞാൻ വെച്ചാൽ നമുക്ക് റൂബി അച്ചീവേഴ്സ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. റൂബി ഉണ്ട്, സ്റ്റാർ റൂബി ഉണ്ട്, സഫയറും സ്റ്റാർ സഫയറും ഡയമണ്ടും ഒക്കെ ഈ സിസ്റ്റത്തിലുണ്ട്. സ്റ്റാർ ഡയമണ്ടും വരെ ഈ സിസ്റ്റത്തിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഡോക്ടർ ആൻസാന്റെ ടീമിൽ ഇനി റൂബിയും സ്റ്റാർ റൂബിയും ഒക്കെ വിൽ ബി സൂൺ എന്ന് പറയാ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്താണ് എല്ലാം നിൽക്കുന്നത്, വളരെ അടുത്ത് വരുന്നു. നമുക്കൊക്കെ ഇനി അത് വളരെ നല്ല രീതിയിൽ അതൊക്കെ നമ്മളിനി അച്ചീവ്മെന്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സക്സസ് ആയ ആളുകളൊക്കെ അവരുടെ യാത്ര അല്ലെങ്കിൽ നമ്മൾ അവരുടെ പിന്നാമ്പുറത്തേക്ക് എപ്പോഴെങ്കിലും നടന്നു പോയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഇവര് സക്സസ് ആയി നിൽക്കുന്നതായിരിക്കും കാണുന്നത്, സക്സസ് സ്റ്റോറീസ് ആയിരിക്കും കാണുന്നത്. നമ്മൾ അവരുടെ പിന്നിലെ യാത്രകൾ, അവർ എത്രത്തോളം പെയിൻഫുൾ ആയുള്ള യാത്ര നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഇടയ്ക്കൊക്കെ അത് ചിന്തിക്കണം. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ വന്നു വളരെ സുഖകരമായിട്ട് വിജയിച്ച ആളുകളെ എല്ലാം നമുക്ക് കാണാൻ പറ്റാം. വളരെ സുഖകരമായിട്ട് വിജയിച്ച ആളുകളുടെ എണ്ണം വെരി ഫ്യൂ എന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം വളരെ സുഖകരമായിട്ട് വിജയിച്ച ആളുകളുടെ എണ്ണമൊക്കെ, വിജയിച്ച ആളുകൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു 100 പേരെടുത്താൽ ഒരാളെ എങ്ങാനും കാണായിരിക്കും, 100-ൽ ഒരാളെങ്ങാനും കാണാൻ പറ്റുമായിരിക്കും, അതും ഉറപ്പല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വിജയത്തിന്റെ പിന്നിലും ഏതൊരു കാര്യത്തിന്റെ പിന്നിലും ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്. ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പെയിൻഫുൾ തന്നെയായിരിക്കും. പക്ഷെ അത് പലർക്കും പല രൂപത്തിലായിരിക്കും പെയിൻ എന്ന് മാത്രം. ചിലർക്ക് ഇത്തിരി കാഠിന്യം കൂടുതലായിരിക്കും, ചിലർക്ക് കാഠിന്യം കുറവായിരിക്കും. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും ചെറിയൊരു തൊട്ടാവാടിനെ മുള്ളു കൊണ്ട വേദനയെങ്കിലും ഉണ്ടാവാതെ ഒരാൾ സക്സസ് ഉണ്ടാവില്ല ഒരാൾക്ക്. എന്നുവെച്ചാൽ ഒരു തൊട്ടാവാടിനെ മുള്ളു കൊണ്ട് എത്ര നേരത്തെ ഈ വേദനയുണ്ട്? ഒരു ജസ്റ്റ് സെക്കൻഡ് മാത്രം അല്ലെ, ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രം ഉണ്ടാവുള്ളൂ ഒരു തൊട്ടാവാടിനെ മുള്ളു കൊണ്ടാ. പക്ഷെ ഒരു കത്തി കൊണ്ടാണ് ഒരു കുത്ത് കിട്ടിയാന്നുണ്ടെങ്കിലോ, ഒരു കത്തി കൊണ്ടൊരു മുറിയിലാണ് ഉണ്ടായിരുന്നെങ്കിലോ അതിന് വേദന കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? ഇനി അതേസമയം വേറെ കുറച്ചുകൂടി ഇതിൽ ഹാർഡായ രീതിയിലാണ് മുറിവ് ഉണ്ടായെങ്കിലോ അതിന് വേദന കുറേ കൂടി കൂടുതലായിരിക്കും അല്ലേ? പക്ഷെ എല്ലാവർക്കും ഒരു വേദനയുണ്ട്. ചിലർക്ക് കുറച്ച് സെക്കൻഡ്സ് അധികം ഉണ്ടാവുള്ളൂ, ചിലർക്ക് അത് ചില ചില മിനിറ്റുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് അതൊരു മാസവും, ചിലർക്ക് ഒരു വർഷവും, ചിലർക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഇന്നൊരു സഫയർ ഉണ്ട് നമുക്ക്. ആ സഫയറിന്റെ വേദന എന്ന് പറയുന്നത്, ആ സഫയറിനുണ്ടായ പെയിൻ എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിന്നായിരിക്കും. കാരണം മൂർത്തി സാറിനെ അറിയുന്ന ആളുകൾക്ക് അറിയാം, മൂർത്തി സാറിനെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് പേഴ്സണലി അടുത്തറിയുന്ന ലീഡേഴ്സിന് എല്ലാവർക്കും അറിയാം അദ്ദേഹം എവിടെ നിന്നാണ് ഇവിടെ എത്തിയതെന്ന്, അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും. ഈ ഒരു ഈ എഫേർട്ടിനെയാണ്, ആ ഒരു പ്രോസസ്സിനാണ് പെയിൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനൊരു മറ്റൊരു അർത്ഥത്തിലോ മറ്റൊരു നെഗറ്റീവ് അർത്ഥത്തിലോ നമ്മൾ എടുക്കരുത്. നമ്മളിതിനെ ഈ ഒരു പ്രോസസ്സിംഗ് ആണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് പ്രകൃതിയിൽ എന്തൊരു നന്മ ഉണ്ടാവണമെങ്കിലും അതിൻ്റെ പിന്നിലൊരു പെയിൻഫുൾ ആയ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കുട്ടിക്ക് ജന്മം ഉണ്ടാവുന്നത്, ഒരു കുട്ടി ജനിക്കുന്നത് ഇറ്റ്സ് എ പെയിൻഫുൾ പ്രോസസ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീരത്നങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോണ ഒരു കാര്യത്തിന് ഏഹ് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓണാക്കി പറയാം. 9 മാസം 10 ദിവസം ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് ഇടയിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിക്കുന്ന ആ ദിവസം മാത്രമാണോ നിങ്ങൾ വേദന അനുഭവിച്ചത്? ആ കുട്ടി ജനിക്കുന്ന ദിവസം മാത്രമാണോ വേദന ഉണ്ടായേ? പെയിൻഫുൾ പ്രോസസ്സിങ് ഉണ്ടായിരുന്നത്? അല്ലല്ലോ. അല്ല, വീഴ്സൺമേട് അല്ലാന്ന് കാണിക്കുന്നതാണ്. ശരിയല്ലേ? ഏ ജന്മം എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ആ കുട്ടി ഉദരത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞ അന്ന് മുതൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻ പെയിൻഫുൾ പ്രോസസ്. ആ പെയിൻ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരുന്നു. ഷേർലി മേഡം അല്ലാന്ന് അയച്ചിട്ടുണ്ട്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഛർദിയാണെങ്കിൽ ഒരു ദിവസം എന്താ പറയാ മനംപുരട്ടലായിരിക്കും. ഒരു ദിവസം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ ഏഹ്, പറ്റണില്ല. ചില ദിവസം വയറിനൊരു ഒരു കെട്ടിപ്പിടുത്തം, ചില ദിവസം ഒരു ആകെ ഈ ഒരു ശ്വാസം മുട്ടൽ, ഇറിറ്റേഷൻസ്, എന്താന്ന് പറയാൻ പറ്റില്ല. ചില സമയത്തുള്ള ചില സമയത്തെ സിറ്റുവേഷൻസ്, ചില സമയത്തുള്ള ഒരു
ഇമോഷൻ എന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ. ഇതൊക്കെ ഒരു പെയിൻഫുൾ പ്രോസസ്സിംഗ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ കടിച്ചു പിടിച്ച് എന്താ പറയുക, കടിച്ചു പിടിച്ച് ഏഹ്, അതിനെ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇഴുകിച്ചേർന്ന് എല്ലാം ചെയ്ത് ചെയ്ത് നമ്മളതൊക്കെ ഇങ്ങനെ സഹിച്ച് സഹിച്ച് ഒക്കെ മുന്നോട്ട് പോയി. പരമാവധി ഹാപ്പി ആവാനൊക്കെ നോക്കി. എന്നാലും ചില സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ്സ് നല്ല സപ്പോർട്ടീവ് ആയുള്ള ഹസ്ബൻഡ്സ് ആണെങ്കിൽ അവർ പരമാവധി ഹാപ്പി ആക്കാൻ നോക്കും. വൈഫിനെ ഹാപ്പി ആക്കി ഇരുത്താൻ നോക്കും. ആ സമയത്തൊക്കെ ഹാപ്പി ആക്കാൻ നോക്കും. ഞാൻ എൻ്റെ വൈഫിനൊക്കെ ആ ടൈമിൽ ഒരുപാട് ഹാപ്പി ആക്കാനാണ് നോക്കിയിരുന്നത്. സോ അങ്ങനെ ഹാപ്പി ആക്കാൻ നോക്കും. ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഏഹ്, ഇപ്പൊ ഒരു ലേഡിയാണ് പ്രഗ്നന്റ് ആവണമെങ്കിലും കൂടെ അച്ഛനും പ്രഗ്നന്റ് ആവണമെന്ന് പറയാ. കാരണം ആ പുരുഷനും അതിന്റെ കൂടെ പ്രഗ്നന്റ് ആവണമെന്ന് പറയാ. അത് അപ്പോഴാണ് അത് ഈക്വൽ ഷെയറിങ് ആവുള്ളൂ. ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി. ഒരു ഡെലിവറി കഴിഞ്ഞ് കുട്ടിയുടെ മുഖം കണ്ട ആ സെക്കൻഡ്സിൽ 9 ദിവസം എടുത്ത വേദന മറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 9 മാസം എടുത്ത വേദന നമ്മൾ മറന്നുപോയി. ദിസ് ഈസ് ദ പ്രോസസ്സിങ്. ഈ ഒരു പ്രോസസ്സിംഗ് ആണ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോസസ്സിങ് പെയിൻ, പക്ഷെ ഇതൊരു ഹാപ്പിനെസ് പ്രോസസ്സിംഗ് ആണ്. നമുക്കിതിനെ സന്തോഷകരമായിട്ടുള്ള ഒരു പെയിൻ ആയിട്ട് മാറ്റാൻ വേണമെങ്കിൽ പറ്റും. പക്ഷെ അതിനെ അങ്ങനെ കാണാൻ പറ്റണം. ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെയിൻഫുൾ ഒരു യാത്രയുണ്ട് എല്ലായിടത്തും. അത് ഏത് മേഖലയിൽ എടുത്ത് നോക്കിയതോ അവർക്കൊക്കെ ഉണ്ട്. ഇന്ന് നാട്ടില് സക്സസ് ആയി നിൽക്കുന്ന ഒരു എത്ര വലിയ സക്സസ് ആയി നിൽക്കുന്ന ബിസിനസ്സുകാരെ വേണം എടുത്ത് നോക്കിക്കോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറ്റി നിർത്തി വേറൊരു ബിസിനസ്സുകാരെ നോക്കിക്കോ. ഞാൻ ഇന്നാ ദിവസം യൂസഫ് അലി സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ഏഹ് യൂസഫ് അലി സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ന് എല്ലാവരും കാണുന്നത് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. യൂസഫ് അലി, വൈമാള്, ലുലു മാള്, ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എൻ്റെ 40 വർഷത്തെ ഒരു പ്രയത്നമുണ്ട്. ആ പെയിൻ ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതാർക്കും കാണാൻ പറ്റില്ല. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാര്യം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഈ ഒരു ഈ 30 മിനിറ്റിന്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ആ ഒരു അത്രയും വർഷത്തെ പെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ര നാളത്തെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ചെറിയൊരു അനുഭവം മാത്രം പറഞ്ഞുതരാൻ പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കറിയാലോ അദ്ദേഹം ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ഒരു വ്യക്തിയാണ്. മാരേജ് കഴിഞ്ഞ് അതിനു മുന്നൊന്നും അങ്ങനെ കൂടുതൽ അന്നത്തെ കാലത്തൊന്നും അത്രയും ആളുകളായിട്ട് ഒരു എന്താ പറയുക ഫോണോ മറ്റു കാണുന്നില്ല. അപ്പോൾ മാരേജ് കഴിഞ്ഞ് 2-3 ഡേയ്സ്, ജസ്റ്റ് മാരേജ് കഴിഞ്ഞ് 2-3 ഡേയ്സിനുള്ളിൽ അദ്ദേഹം ബിസിനസിന്റെ കാര്യങ്ങളുമായിട്ട് തിരിച്ച് വിദേശത്തേക്ക് ചെല്ലുകയും ദുബായിലേക്ക് ചെല്ലുകയും ദുബായിൽ ബിസിനസിന്റെ കാണാനായിട്ട് തിക്കും തിരക്കും തിരുവാതിരയും എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തിരക്കിന്റെ ഇടയിൽ നാട്ടിലേക്ക് ഇന്നത്തെ പോലെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ കിട്ടുന്ന രീതിയല്ല അന്നത്തെ കാലം. അന്നൊരു ദുബായിൽ നിന്നൊരു പോസ്റ്റ് അയച്ചാൽ 30-45 ഡേയ്സ് എടുക്കും അതൊന്നും ഇവിടേക്ക് എത്താൻ. അപ്പോൾ നിനക്ക് സുഖമല്ലടി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ, ഒരു ലെറ്റർ അയച്ചാൽ അത് ഇവിടെ വൈഫിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ 30-45 ഡേയ്സ് എടുക്കും. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ അയച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ദുബായിലേക്ക് ചെന്നിട്ട് പിന്നെ എൻ്റെ വൈഫിന്റെ മുഖം കാണുന്നത് ആഫ്റ്റർ 3 ഇയേഴ്സ്. 3 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വൈഫിന്റെ മുഖം കാണുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോഴേ നമുക്കിത് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ആവശ്യം നോക്കുക, നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം കാണണമെങ്കിൽ എന്താ, ഒരു മൊബൈൽ എടുക്കുക, വീഡിയോ കോൾ ചെയ്യുക, കാണാം അല്ലേ? നമുക്ക് ടച്ച് ഫീല് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് നമുക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാം. അപ്പോൾ ഒരു 3 വർഷം ഇന്നത്തെ കാലത്ത് ദുബായിൽ ജീവിക്കാന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ആ ഒരു 3 വർഷം ഞാൻ കൊടുത്തതും എൻ്റെ വൈഫ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചതും ആണ് ഇന്നത്തെ ഞങ്ങളുടെ സക്സസിന്റെ സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത്. അന്ന് ഞാനും അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്കും ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ട്, കാണാൻ പറ്റാത്തതുകൊണ്ടും മറ്റു കാരണമൊക്കെ ആയിട്ട് എനിക്കും പെയിൻ ഉണ്ട്, അവൾക്കും പെയിൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു പെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡെപ്ത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് 40 വർഷം പിന്നിലേക്ക് പോയിട്ട് ഇതിനെ ആലോചിക്കണം. അപ്പോഴേ ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ, ഈ ഒരു പെയിന്റെ ഡെപ്ത്. ഇന്ന് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ, ഇത്രയും ടെക്നോളജി വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് വലിയൊരു പെയിൻ ആയിട്ട് തോന്നില്ല. അയ്യോ ഇതൊക്കെ എന്നിട്ട് നിസ്സാര കാര്യമില്ലേ.
ശരിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഒരു മാസത്തിൽ ചിലപ്പോ 20 ദിവസം ചിലപ്പോൾ ദുബായിലായിരിക്കും, ചിലപ്പോൾ അബുദാബിയിലായിരിക്കും, ഷാർജയിലായിരിക്കും, പല പല കൺട്രീസിലായിരിക്കും ഞാനുള്ളത്. എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫിനെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. ടെക്നോളജി വളർന്നു. ഇനി ഇതിനെല്ലാം പുറമെ എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് വിത്തിൻ അവേഴ്സ് എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ എനിക്ക് സ്വന്തമായി ഹെലികോപ്റ്റർ ഉണ്ട്. ഹെലികോപ്റ്ററിൽ പോകാവുന്ന കാര്യമേ ഉള്ളൂ. സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. ഞാൻ ദുബായിലാണെങ്കിൽ എനിക്ക് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. എൻ്റെ ജെറ്റിൽ ഒരു ആളുടെയും കാര്യങ്ങൾ നോക്കണ്ട. ഏഹ്, ഒരു എയർവേസിനെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സിനെയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വേറെ വിമാന സർവീസിനെയും നോക്കണ്ട. എൻ്റെ സ്വന്തം പ്രൈവറ്റ് ജെറ്റ് എടുത്ത് എനിക്ക് അവിടെ പോകാവുന്നതാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ അവിടെ ചെല്ലുമ്പോഴേക്കും എൻ്റെ പ്രൈവറ്റ് കാറുകൾ അവിടെ എത്തും. എനിക്ക് ആ കാറിൽ വീട്ടിലേക്ക് എത്തിയാൽ വിത്തിൻ അവേഴ്സ്, 2-3 അവേഴ്സിനുള്ളിൽ ഞാൻ ഈ ലോകത്ത് എവിടെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ കുടുംബത്തെ എനിക്ക് ഫിസിക്കലി എത്താം. നോട്ട് ഓൺലൈൻ. ഓൺലൈനിൽ എത്തുന്ന കാര്യമല്ല പറഞ്ഞ, ഫിസിക്കലി എത്താം. ഈ സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായേ? ഇറ്റ്സ് എ പ്രോസസ്സിങ്, ഇറ്റ്സ് പെയിൻഫുൾ പ്രോസസ്സിങ്. ഈ പ്രോസസ്സിങ്ങിനോട് ഈ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് വിജയിച്ചിരിക്കണ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പിന്നിലെ പെയിൻഫുൾ സ്റ്റോറി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. ആർസിമിൽ മാത്രമല്ല ഉള്ളത്. പല ആളുകൾക്കും ആർസിമിൽ വരുമ്പോഴാണ് വേദന. ആർസിമിൽ വരുന്നവരെ ഒരു വേദന ഇല്ലാത്ത പോലെയാ ചില ആളുകള് സംസാരം കേട്ട് കഴിഞ്ഞാൽ. എന്തിന് സ്റ്റാർ ആൻഡ് അബോവ് ലീഡറായുള്ള ആൾക്കാർ പോലും അവരുടെ ചില വിഷമങ്ങളും ഇതൊക്കെ പറയണ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്രയും കാലം ഒരു വിഷമം ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് ജീവിച്ച ആൾക്കാരാന്ന്. ശരിയല്ലേ? ഏഹ് കുറെ പേര് വീഡിയോ കാണാനത് തന്നെ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്നിട്ട് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഓക്കെ, നമുക്ക് ആർ സി എം വന്നില്ലെങ്കിലും ഈ വേദനയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആർ സി എമ്മിൽ വരുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാവുക കൃഷ്ണമണിമ കൊണ്ടിട്ടുള്ള വേദനയായിരിക്കും. ആർ സി എമ്മിൽ വന്നിട്ടുണ്ടാവുന്ന വേദന ചിലപ്പോൾ പുരികത്തുമ്പോ കൊണ്ടിട്ടുള്ളതായിരിക്കും. ഏതാ വേണ്ടത്? കൃഷ്ണമണിമ കൊണ്ടിട്ടുള്ളത് വേണോ, പുരികത്തുമ്പോ കൊണ്ടിട്ടുള്ളത് വേണോ? എന്തായാലും വേദനയുണ്ട്. പക്ഷെ കൃഷ്ണമണിമ കൊണ്ടുള്ള വേദനയാണെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി കണ്ണിന്റെ പരിപാടി തീർന്നു കിട്ടും. പക്ഷെ പുരികത്തിമ ആകുമ്പോ പുരികം പോകുന്നേ ഉള്ളൂ, കണ്ണ് ഉണ്ട് അപ്പോഴും. നമ്മൾ അത് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും സ്റ്റാർ ആൻഡ് പ്ലേയേഴ്സ് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, ടീമിലേക്ക് ഇതിന്റെ ഏഹ്, സ്പന്ദനം ചെല്ലുന്നു, ടീമിലേക്ക് ഇതിന്റെ എഫക്റ്റ് ചെല്ലുന്നു. ടീമിലേക്ക് ഇത് എഫക്റ്റ് ചെല്ലും, ഉറപ്പായിട്ടും ചെല്ലും. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ ടീമിലേക്ക് പ്രതിഫലിക്കും. അത് ഉറപ്പാണ്. അത് പ്രതിഫലിക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെയും പരിപാടികളെയും ഒക്കെ ഉള്ളിൽ വെക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ഏഹ്, ഓടി നടന്ന് അയ്യോ എനിക്കാകെ പ്രശ്നമാണല്ലോ, എനിക്കാകെ ഇങ്ങനെയാണല്ലോ, എനിക്ക് ഇങ്ങനെയാണല്ലോ, ഞാൻ എന്തോരം കിടന്ന് ഓടണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെവൻ ഗാർഡൻ ഹൗസിൽ പറയണ പോലെ അപലപിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ദിവസങ്ങളാണ്. മാസാവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 26 ഡേയ്സ് ആയി. ഇപ്പോൾ തന്നെ 26-ാം തീയതി ആയി. ഇനി ഇന്നത്തെ കൂടി കൂട്ടി കഴിഞ്ഞാൽ 5 ഡേയ്സ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇന്നത്തെ കൂടി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇനി 5 ദിവസം കൂടി ഉണ്ട്. ആ ഒരു 5 ദിവസം കൂടി ഉള്ളൂ. 5 ദിവസം കൂടി ഉള്ളൂ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, 5 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിൽ ഏത് വേണമെന്ന് ഞാൻ തീരുമാനിക്കണ്ടേ? ഇനി 5 ദിവസം കൂടി ഉണ്ടല്ലോ. മണിക്കൂറുകളായിട്ട് നോക്കി കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ അല്ലേ? 24x5, 24 മണിക്കൂർ വെച്ചിട്ട് 5 ദിവസം നമ്മുടെ കയ്യിൽ ഇനി ബാക്കിയുണ്ട്. ഇനി മിനിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ മിനിറ്റുകൾ ഇനി ബാക്കിയുണ്ട്. സെക്കൻഡ്സ് വെച്ച് നോക്കിയാൽ എത്രയോ സെക്കൻഡ്സ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഇനിയും നമുക്ക് പല ആളുകൾക്കും തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ ടീമിൽ ഇനിയും പല അച്ചീവ്മെന്റുകളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ ഇതുവരെ തീരുമാനിക്കാത്ത അച്ചീവ്മെന്റ് വരെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഈ സമയത്തിന് ഉപയോഗിക്കാൻ പഠിക്കണം. ബിസിനസ് മേഡം തുടക്കത്തിൽ പറഞ്ഞ മാതിരി ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ ആ ടൈമിനെ ഉപയോഗിക്കാൻ പഠിക്കണം. സമയം നമ്മൾ ഉപയോഗിക്കല്ല വേണ്ടത്, ഞാൻ സമയത്തിന് ഉപയോഗിക്കാണ് വേണ്ടത്. പക്ഷെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, സമയം എന്നെ ഉപയോഗിക്കുകയാണ്. ഞാൻ എന്നെ ഞാൻ സമയത്തിന് ഉപയോഗിക്കുന്ന ശീലം നമുക്ക് കൊണ്ടുവരാൻ പറ്റണില്ല. നമുക്ക് സമയത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഷെഡ്യൂൾ. ഷെഡ്യൂളിൽ വർക്കായിരിക്കണം. ഷെഡ്യൂൾ ഉണ്ടാക്കണം. കൃത്യമായ ഷെഡ്യൂളിൽ വർക്ക് ചെയ്യണം.
ഇന്ന് ഇത് എന്താ ചെയ്യണേ, ഇന്ന് ഇത് എന്താ ചെയ്യണേ, ഇന്ന് ഇത് എന്താ ചെയ്യണേ. ഈ ഒരു ഷെഡ്യൂൾഡ് വർക്കിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ സമയത്തിനെ ഞാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ സമയം എന്നെ ഉപയോഗിക്കും. എനിക്ക് സമയത്തിന് ഉപയോഗിക്കാൻ ഇഷ്ടം, സമയം എന്നെ ഉപയോഗിക്കുന്നതല്ല നമുക്ക് വേണ്ടത്. ലൈഫിൽ നമുക്ക് സക്സസ് ആവണമെങ്കിലും ഇത് വലിയൊരു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പെയിൻഫുൾ ജേണി നമ്മൾ മുന്നോട്ട് പോവുക. ഈ ഒരു ജേണിയിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഏഹ്, വേറൊരു ഒരാളുടെ കഥ, ഒരു കാര്യം പറഞ്ഞുതരാം. ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഡോക്ടർ റോയ് എന്ന് പറയുന്നത് ഹീസ് എ കോൺഫ്രൻ ഗ്രൂപ്പിന്റെ MD ആണ്. കോൺഫ്രൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വ്യക്തിനെ, കോൺഫ്രൻ ഗ്രൂപ്പ് ഒക്കെ അറിയാലോ, ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാർ എന്ന് പറയുന്നത് 800 മാരുതി 800. ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തകർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികളുടെ നഷ്ടങ്ങൾ പലതിലും വന്നിട്ടുമുണ്ട്. ഇപ്പൊ മരട് എന്ന് പറയുന്ന സ്ഥലമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇതിലേക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഒരു ഇതിലൊക്കെ പ്രോസസ്സിനോട് മുന്നോട്ട് പോയപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള വീട്ടിൽ മാത്രം ഏകദേശം 30ഓളം ലക്ഷറിയസ് കാർ ഉണ്ട്. ഏഹ് ഇതൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവർ നെറ്റ്വർക്കിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൽ ആ ഒരു പെയിൻ, ആ ഒരു പ്രോസസ്സിങ് അവർ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഡയമണ്ട് വാട്സ് സാറ് വളരെ രസകരമായിട്ട് ആടിപ്പാടി ഡയമണ്ട് ആയതാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആട്ടവും പാട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷെ ഒരു ഒരു പെയിനും എടുക്കാതെയാണ് അദ്ദേഹം ഡയമണ്ട് ആയെന്ന് തോന്നുന്നുണ്ടോ? ഡയമണ്ട് വാട്സ് സാറ് അല്ല, ഒരു കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ഏഹ് ഒരു ഡയമണ്ട് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇന്ന് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് 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 ജേണി. വലിയൊരു യാത്രയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ യാത്ര നടത്തിയതുകൊണ്ട് മാത്രം അദ്ദേഹം ഇന്ന് ഡയമണ്ട് ആയിട്ട് ഇരിക്കുന്നത്. ഇന്ന് ഡയമണ്ട് ആയിട്ട് മാത്രമല്ല, ഈ അടുത്തൊരു അവാർഡും കൂടി കിട്ടി. ഡയറക്ട് സെല്ലിങ്ങിൽ ഇറ്റ്സ് എ മോസ്റ്റ് പ്രോമിസിങ് അവാർഡും കൂടി അദ്ദേഹത്തിന് ഈ അടുത്ത് കിട്ടി. അപ്പോൾ ഇത്രയും അധികം അവാർഡുകൾ എന്ന് വെച്ചാൽ RCM കൊടുക്കുന്നതല്ലാതെ പുറമെയുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രികൾ വരെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നു. വൈ? ബിക്കോസ് അദ്ദേഹം ഇന്ന് ഇൻസ്പിറേഷണൽ വ്യക്തിയായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പയറിങ് പേഴ്സൺ ഒക്കെ ആയിട്ട് മാറി. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, ഈ ഒരു ഇൻഡസ്ട്രിയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിലേക്കും കൂടി അദ്ദേഹം മാറി. അതുകൊണ്ടാണ് ഇന്ന് RCM കൊടുക്കുന്ന അവാർഡിന് പുറമെ ഇതേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളും കൂടി, അദ്ദേഹത്തിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളും കൂടി അദ്ദേഹത്തിനെ ആദരിക്കുന്നതും അദ്ദേഹത്തിന് പല പല അവാർഡുകൾ കൊടുത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെയും കാരണം ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വരാൻ എടുത്ത എഫോർട്ട് എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എടുക്കുന്ന എഫോർട്ട് അതിൻ്റെ കാലിലൊരു ആ ഭാഗങ്ങളും വരുമോ എന്ന് മനസ്സിലാവും. സോ ഇത് ഒരു പ്രോസസ്സിങ്ങാണ്. അപ്പൊ നമുക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ, നമുക്കൊരു മെയിൻ ആയിട്ട് ഒരു മൂന്ന് കാര്യം മാത്രമേ ഒന്ന് പറഞ്ഞുള്ളൂ. ഞാൻ ഇഷ്ടം നേരം പറഞ്ഞതിൻ്റെ ഒരു ബേസിക്കാ. നമുക്കൊരു മൂന്ന് കാര്യം. നമുക്ക് RCMൽ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ വരുമ്പോൾ നമ്മുടെ ടീമിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കേണ്ടതല്ല, മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. RCMൽ ഈസ് ഇനീഷ്യലി ഒരു ലൈക്ക് എ ജോബ് എന്ന് പറയുന്നത് വെച്ചാൽ തുടക്ക സമയങ്ങളിൽ ഒരു തൊഴിൽ പോലെ RCMനെ കാണണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനൊരു തൊഴിലായിട്ട് കാണണം. ഫസ്റ്റ് നിങ്ങൾ ഇനീഷ്യലി ഇതിനൊരു തൊഴിലായിട്ട് കാണാൻ പഠിക്കണം. ഇതൊരു ബിസിനസ് അല്ല, മറ്റു കാരണമൊന്നും അല്ലാതെ ഇതൊരു തൊഴിലാണ്. ഇത് എനിക്കൊരു ജോലിയാണ്. ജോലി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകത എന്താ? ജോലിയുടെ പ്രത്യേകത എന്താ? 9 to 5 അല്ലേ? 9 to 5 ജോലി ചെയ്യും, അതല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യും. ഇത് രണ്ടും ജോലിയാ. 9 മണി തൊട്ട് 5 മണി വരെ ജോലിക്ക് പോകുന്നതും ജോലിയാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതും ജോലി തന്നെയാണ്, അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കുട്ടികൾ, എത്രയോ ചെറുപ്പക്കാർ ഇന്ന് സ്വിഗ്ഗി, സൊമാറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്നു. ചില ആളുകൾ ഫുൾ ടൈം ചെയ്യുന്നവരുണ്ട്, 9 to 5 ഒക്കെ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് കയറും, ഒരു 10 മണി 11 മണി വരെയൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ? അത് ഇസ് എ പാർട്ട് ടൈം ജോബ്, അല്ലേ? സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജോബ് എന്ന് പറയുമ്പോൾ തോന്നുന്ന സമയത്ത് പോകുന്നതല്ല. തോന്നുന്ന സമയത്ത് ബോസ് എന്ത് പറയും? പിടിച്ചിടിക്കും. ഇടിക്കുകയല്ല ചെയ്യുക, നാല് ചീത്ത പറയും, പിന്നെ
പൊക്കോളാൻ പറയും. രണ്ട് ദിവസം കഴിയുമ്പോൾ വാണിംഗ് ഒക്കെ തന്നിട്ട് ശരിയാവണില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ, മോന്റെ സേവനം ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറയും. അല്ലേ, അങ്ങനെയല്ലേ പറയുള്ളൂ അവര്. അപ്പൊ ഇതിന് തൊഴിലായിട്ട് കാണണം ആദ്യത്തെ സമയത്ത്. ഇനീഷ്യലി ഇതിന് തൊഴിലായിട്ട് കാണാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ആരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? വി ആർ വി ആർ സ്റ്റാർ ആൻഡ് ലീഡേഴ്സ്. നമ്മളാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മുടെ ടീമിനെ. നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നവരാണോ എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ തൊഴിലായിട്ട് കാണണം ആദ്യം തന്നെ. ഒരു ഫുൾ ടൈം ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ ആയിട്ടോ ഇതിനെ കാണണം. അപ്പോൾ അവിടെ തൊഴിലായിട്ട് കാണുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയതുപോലെ അവിടെ ചെയ്യാൻ പറ്റുമോ ജോലി സ്ഥലത്ത്? എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജോലി സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കില്ലേ? ഇപ്പൊ നമ്മുടെ ബിൽസൺ മാഡം ജ്വല്ലറിയിൽ പർച്ചേസിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്ത ആളാ. എനിക്ക് കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അവിടെ ചെന്നപ്പോൾ അവിടെ തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. 2 ദിവസം കഴിയുമ്പോൾ, 2 ദിവസം ചിലപ്പോൾ നിൽക്കില്ല. ഒരു ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ പറയും, വൈകുന്നേരം പോണെടുത്ത് പറയും നാളെ തൊട്ട് വരണ്ടാട്ടാ എന്ന് പറയും. അല്ലേ? ഇതാണ്. അപ്പോ എന്ന് പറഞ്ഞ മാതിരി അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും. അവിടെ ഒരു ഓണർ അല്ലെങ്കിൽ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ദറ്റ്സ് മാനേജർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബോസ് മാനേജർ എന്നൊക്കെ പറയുന്ന പോലെ വ്യക്തികളുണ്ടാവും. അവർ പറയും ഇന്നതാണ് ചെയ്യേണ്ടത്, ഓക്കെ അത് ചെയ്താൽ മതി, അവർ പറഞ്ഞത് ചെയ്യുക. എന്നാ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്താ പിന്നെ പറഞ്ഞതിന്റെ കൂടെ ഇതും കൂടി ഇരിക്കട്ടെ എന്നും വേണ്ട എക്സ്ട്രാ ഒരു കാര്യം കൂടി ചെയ്താൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അവര് പറഞ്ഞത് ചെയ്യണം. അവര് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, അതൊരു ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കിയേ. അവര് പറയും അടിപൊളി സൂപ്പർ. ചിലപ്പോ തോളത്ത് തട്ടുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ, ചിലപ്പോ തോളത്ത് തട്ടലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആരാ ഉള്ളേ? ആർസിമിൽ ആരാ ഉള്ളത്? ആർസിമിൽ നമ്മുടെ അപ്ലൈൻ ലീഡർ അല്ലേ, നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ ലീഡർ. അദ്ദേഹത്തിന് നിങ്ങൾ ഒരു ബോസ് ആയിട്ട് കണ്ടോ? നമ്മുടെ അപ്ലൈൻ ലീഡറിനെ ബോസ് ആയിട്ട് കാണാത്ത കുഴപ്പം. ഫ്രണ്ട് ആയിട്ട് കാണുന്ന പ്രശ്നം. ഫ്രണ്ട് ആയിട്ട് കാണുമ്പോ അവർ പറയുമ്പോ എന്ന് പോയാലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടാണ് അപ്ലൈനെ കാണുന്നത്. എനിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനും അർജുൻ സാറും നല്ല ക്ലോസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ നല്ല ക്ലോസാ. അർജുൻ സാറ് ഒരു ചേട്ടനെ പോലെയാണ് എന്നെ കാണുന്നത്, ഞാൻ അർജുൻ സാറിന്റെ അനിയനെ പോലെ കാണുന്നത്. ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അർജുൻ സാർ ഒരു കാര്യം പറയണം, ഞാൻ ചിന്തിക്കാണ്, നീ പിന്നെ ഇവൻ പറഞ്ഞത് കേക്കട്ടെ എന്ന് ചിന്തിക്കാന്ന് വിചാരിക്കും. ഞാൻ കേൾക്കുവോ? കേൾക്കില്ല. ബട്ട് ഞങ്ങൾ ഇത്ര നല്ല ക്ലോസ് ആണെങ്കിലും ഇത്ര നല്ല ബന്ധം ഉണ്ടെങ്കിലും നല്ല റിലേഷൻ ആണെങ്കിലും ഇതിന്റെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് അർജുൻ സാറ് ഹീസ് മൈ അപ്ലൈൻ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ ഈസ് മെന്റർ, ഹീസ് ബോസ്, എവറിത്തിങ്. അങ്ങനെ ഞാൻ കാണും, ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ കാണുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ശരിയാ, ഓക്കെ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം, ഓക്കെ ഏട്ടാ ഞാൻ അത് ശരിയാക്കിയേക്കാം എന്ന് നമുക്ക് തോന്നുള്ളൂ. അല്ലേ? ഇല്ലെങ്കിൽ തോന്നുമോ? ഇല്ല. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ നമ്മൾ നല്ലപ്പോൾ എല്ലാവരും നല്ല ക്ലോസ് ആയിരിക്കും. നമ്മുടെ അപ്ലയൻസ് ഒക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയിരിക്കും. ഡോക്ടർ ആൻസാറായിട്ട് എനിക്കറിയാം, ഡോക്ടർ ആൻസാറൊക്കെ ആയിട്ട് ഒരുപാട് പേര് നല്ല ക്ലോസ് ആയിട്ടൊക്കെ ഇടപെടുന്നവരുണ്ട്. പക്ഷേ ഡോക്ടർ ആൻസാറാണ്, ഇടയ്ക്ക് ഡോക്ടർ ആൻസാറാണെന്നുള്ള കാര്യം മറന്നു പോരുത് നമ്മുടെ ആ ഒരു ബന്ധത്തിന്റെ ഇടയിൽ. ഇത് മറന്നു പോകുമ്പോഴാണ് കുഴപ്പം. അത് രാജന അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ ഡോക്ടർ രാജൻ സാറാണ് നമ്മുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗുരുനാഥനാണ്. നമ്മുടെ വൈദ്യനാഥനാണ്. നമ്മുടെ എല്ലാവരുടെയും അപ്ലൈനാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ട മെൻറ്ററാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അതേ പൊസിഷനിലേക്ക് അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ അർസീമല മകനായിട്ടുള്ള ഗിരീഷ് സാറിനെയും സജീവ് സാറിനെയും ഒക്കെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹീസ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എത്ര ബന്ധമുണ്ടെങ്കിലും അങ്ങനെ മറന്നു പോകാതിരിക്കുമ്പോഴാണ്, അത് നമ്മുടെ ഓർമ്മയിൽ എടുക്കുമ്പോഴാണ് അവർ പറയുന്നത് നമുക്ക് കേൾക്കാനും തോന്നുള്ളൂ, അവർ പറയുന്നത് നമുക്ക് അനുസരിക്കാനും തോന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ജോബ് എന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ലീഡർ പറയുന്നതാണോ അത് അങ്ങനെ തന്നെ ചെയ്യുക, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കരുത്. ഇന്ന ദിവസം റമീസ് സാറിന്റെ ഉമ്മ റെജിന മാഡം നമുക്കറിയാം ടെക്നീഷ്യനാണ്. റെജിന മാഡം എന്ന ദിവസം പറഞ്ഞ കാര്യം, ലീഡേഴ്സ് പറയുന്ന കാര്യത്തില് തെറ്റും ശരിയും നോക്കാതെ ചെയ്താൽ ഈ ബിസിനസ്സിൽ വിജയിക്കാമെന്ന് ഞാൻ മാഡം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. വളരെ നല്ലൊരു അർത്ഥവത്തായ ഒരു വാക്കായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഞാനത് ഒരുപാട് സ്ഥലത്ത് എൻ്റെ ടീമിന് ഞാനത് കാര്യം പറയുകയും ചെയ്തു. ഈ ഒരു കാര്യം റെജിന മാഡത്തിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ രജനി മാഡം പറഞ്ഞ കാര്യം ഞാൻ തുടക്കം മുതലേ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന കാര്യത്തിൽ തെറ്റും ശരി ഞാൻ നോക്കാറില്ല.
തെറ്റും ശരിയും നോക്കാതെ അത് ചെയ്യുന്നു. ആ ശീലം അന്നും ഉണ്ട്, ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അത്ര ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സിമ്പിളാണ്, കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളാ, ബട്ട് നോട്ട് ഈസി അല്ലേ? അത് അതുപോലെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വിഡ്ഢികളായിട്ടിരിക്കണം. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാ അല്ലേ? നമുക്ക് ഇത്തിരി പ്രശ്നം അത്. പക്ഷെ അത് അങ്ങനെ ആവണം എന്നാ പറയുള്ളൂ. ഇതാണ് ജോബ് എന്ന് പറയുന്നത്. ഇനി തൊഴിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമുക്കിതിൽ ഒരു ജോബ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റാണ്. നമുക്ക് ചിലപ്പോൾ സക്സസ് ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അച്ചീവ്മെന്റ് ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ആ വിചാരിച്ച അച്ചീവ്മെന്റ് ഉണ്ടാവാതിരിക്കാം. ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു രീതിയാണ്. നമുക്ക് തോൽവി ഉണ്ടാവുന്ന സമയത്ത്, തോൽവി ഉണ്ടാവുന്ന സമയങ്ങളിൽ ബ്ലെയിം ചെയ്ത് സെൽഫ് ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമുക്ക് ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോൽവി ഉണ്ടാകുമ്പോൾ പല ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റുള്ളവരും കുറ്റപ്പെടുത്തും. നമ്മളെ കുറ്റപ്പെടുത്തലും ഉണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും ഉണ്ട്. എൻ്റെ ടീമിൽ അവരങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്, ഇവരിങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരും കുറ്റപ്പെടുത്തും, നമ്മൾ നമ്മളെ തന്നെയും കുറ്റപ്പെടുത്തും. സെൽഫ് ബ്ലെയിമിങ് നടത്തരുത്. രണ്ടാമത്തെ കാര്യം, ഒരു ഒരു ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു അച്ചീവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത്, അച്ചീവ്മെന്റ് നമ്മൾ വിചാരിച്ച് വന്നില്ല, വന്നില്ല എന്ന സമയത്ത്, അങ്ങനെ വന്നില്ല എങ്കിൽ അതായത് എന്നോട് കുറേ പേര് പറഞ്ഞു ഈ പണി നിനക്ക് പറ്റിയതല്ലാന്ന്. ശരിയാ, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എനിക്ക് പറ്റിയതല്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ, പിന്നെ അതേ കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തവണ എനിക്കത് പറ്റും 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 എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? ഞാനൊരു നെഗറ്റീവ് ഉള്ളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാഞ്ഞു പോകണമെങ്കിൽ ആ നെഗറ്റീവിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി, അല്ലെങ്കിൽ ഒരു 4 മടങ്ങ് പോസിറ്റീവ് ചിന്തിച്ചാലേ ഈ നെഗറ്റീവിൻ്റെ എഫക്റ്റ് പോവുള്ളൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഒരു പ്രോസസ്സിങ് നമ്മൾ ആലോചിച്ച് നോക്കണം. അത് ഇറ്റ്സ് വെരി ടഫ് പ്രോസസ്സിങ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കൊണ്ടുവരാതിരിക്കാൻ നോക്കുക, പരമാവധി പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. ഓക്കെ. ഇനി സക്സസ് ഉണ്ടായെന്ന് വിചാരിക്കും, നമ്മൾ വിചാരിച്ച അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടായി, അടിപൊളിയായിട്ട് അച്ചീവ്മെന്റ് ഒക്കെ വന്നു, സക്സസ് ഉണ്ടായി. ഏഹ് ഇപ്പോ സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളില് കൊണ്ട് വരാൻ പാടില്ലാത്ത മൈൻഡ് സെറ്റാണ് പറയുന്നത് കേട്ടോ. സക്സസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. ഈഗോ, ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടാവരുത്. ഉം നമ്മളൊക്കെ ഞാൻ ഞാൻ വിജയിച്ച് കണ്ട എന്നൊക്കെ വേണ്ടിയുള്ള ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉണ്ടാവരുത്. ഏഹ് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സംഭവമാണെന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കരുത്. ഞാൻ ഒരു സംഭവമാണ്, ഞാൻ ഒരു ഭയങ്കര സംഭവമാണ്, എനിക്ക് പറ്റുള്ളതൊക്കെ എനിക്ക് എന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ, വേറെ ആളുകളൊന്നും പറ്റൂല, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്കൊരു സക്സസ് വരുന്ന സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നമുക്ക് എപ്പോ അഹങ്കാരം തലയ്ക്ക് കയറുന്നോ അപ്പൊ ആ സാധനം ഇറങ്ങിപ്പോവും. ഏഹ് തമിഴില് ഒരു ചൊല്ലുണ്ട്, തമിഴില് ഒരു ചൊല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിരീടം എവളോ വേണാലും കനമായിരുന്നാലും എന്താ, കിരീടം താങ്കണ തലയ്ക്ക് കനമായിരിക്കൂടാது. എന്ന് വെച്ചാൽ കിരീടത്തിന് എത്ര കനം ഉണ്ടെങ്കിലും ആ കിരീടം വെച്ചിരിക്കുന്ന തലയ്ക്ക് കനം വരാൻ പാട്ടാണ്. മനസ്സിലായോ? ഇപ്പോ 164 പേര് ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. രാജൻ എപ്പോഴും പറയാറുണ്ട് 400-ലധികം ആളുകൾ കയറേണ്ട പ്ലാറ്റ്ഫോം ആണെന്ന്. എന്തേ കയറാത്തെ? കുറെ പേർക്ക് സ്റ്റാറായി കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ സംഭവമാണെന്ന് തോന്നി. കുറെ പേർക്ക് ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നി. കുറെ പേർക്ക് ആ സ്റ്റാറിന്റെ കിരീടത്തിന് ഇത്തിരി കനം കൂടിയെന്ന് മാത്രമല്ല, ആ കിരീടം വെച്ച തലയ്ക്കും കനം കൂടി. അതുകൊണ്ടാണ് കയറാത്തെ. ഞാൻ അങ്ങനെ പറയുള്ളൂ അല്ലേ? എല്ലാവർക്കും ഒരേ അവസരമല്ല ആർസിം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ തുടക്ക സമയങ്ങളിൽ നമ്മളൊരു ജോബായിട്ട് കാണണം ആർസിഎമ്മിനെ. അപ്പോഴാണ് നമുക്ക് അത് ഭയങ്കര ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല. പാർട്ട് ടൈം ആയിട്ടെങ്കിലും, പാർട്ട് ടൈം ജോബ് ആയിട്ടെങ്കിലും കാണണം. പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറല്ല പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 4 അവേഴ്സെങ്കിലും വരും പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ. ഒരു 5 മണിക്ക് ജോലിക്ക് കയറുന്ന ഒരാൾ 9 മണി വരെ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ഒരു 6 മണിക്ക് ജോലിക്ക് കയറുന്ന ആൾ പെട്രോൾ പമ്പ് അടയ്ക്കുമ്പോഴാണ് പോവുക. പെട്രോൾ പമ്പ് അടയ്ക്കുന്നത് ചിലപ്പോൾ 10 മണി 11 മണിക്കാണ്. അപ്പോഴും എന്തായി അവിടെ? അപ്പോഴും അവിടെ ഒരു 4 to 5 അവേഴ്സ് അവരവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? സോ അതാണ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത്. അതാണ് പാർട്ട് ടൈം. രണ്ട് പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ ചെയ്യുന്ന സാറേ എന്ന് പറയുന്നതല്ല പാർട്ട് ടൈം ജോബ്. 1 മണിക്കൂർ ചെയ്യാന്ന് പറയുന്നത് അത് നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും? ടീം വളരും. ചെറുതായിട്ട് ടീമൊക്കെ ഉണ്ടായി തുടങ്ങും. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു തൊഴിൽ പോലെ ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്കൊരു
നമ്മളൊരു ബിസിനസ്മാൻ എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കും. ബിസിനസ്മാൻ എന്ന കാറ്റഗറിയിലേക്ക് കടക്കുമ്പോൾ കാരണം നമ്മുടെ ടീം വന്നു തുടങ്ങി നമുക്ക് ടീമൊക്കെ ആയി തുടങ്ങി, നമുക്ക് രണ്ട് സൈഡും എയും ബിയും ഒക്കെ വന്നു തുടങ്ങി. അവിടെ ടീം ഉണ്ടായി തുടങ്ങി, അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ നമ്മൾ അങ്ങനെ ബിസിനസ്മാൻ മെന്റാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ നമ്മളവിടെ ശരിക്കും വരേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടി ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക് വന്ന ആളുകളാണ്. നിങ്ങൾ ഫിസിക്കലി ഈ ഒരു കാര്യത്തിലേക്ക് വന്നു, മെന്റലി ഇത് വന്നോ വന്നില്ല എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം പരിശോധിക്കുക. മെന്റലി നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണ്. കാരണം സ്റ്റാർ എന്റർപ്രൈസേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 10 പേരെങ്കിലും നിങ്ങളുടെ കൂടെ ആക്റ്റീവായുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. 10 പേരെങ്കിലും എനിക്കും സ്റ്റാർ ആവണമെന്ന് ചിന്തിക്കുന്ന ഒരു 10 പേരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് മിനിമം ആണ് ഞാൻ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും കാണും. ആ 10 പേരുടെ മുമ്പിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആണ്, അല്ലെങ്കിൽ ആ 10 പേരുടെ മുന്നിൽ നിങ്ങളൊരു സംരംഭകനാണ്. അവിടെ നമുക്ക് ആവശ്യം ഒരു സൂപ്പർവിഷൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ ആൻഡ് ബ്രീഡേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്താ പറയുക? സൂപ്പർവിഷൻ വേണം നമുക്ക്. എന്താ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ടീമിൽ ആക്റ്റീവായ ആൾക്കാർക്ക് കാണാൻ പറ്റാത്തതും എന്നാൽ എനിക്ക് കാണാൻ പറ്റുന്നതുമായ കാര്യങ്ങളെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എൻ്റെ ടീമിൽ എൻ്റെ ടീമിൽ ആക്റ്റീവായ ആൾക്കാർക്ക് പലതും ചിലപ്പോൾ കാണാൻ പറ്റണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ പലതും പുകയായിരിക്കും, പല കാര്യങ്ങളും പല പ്രോസസ്സിങ് പുകയായിരിക്കും. പക്ഷെ എനിക്ക് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് എ സൂപ്പർവിഷൻ. അതാണ് എനിക്ക് എൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ സൂപ്പർവിഷൻ ഉണ്ടോ? നമ്മുടെ ടീമിന് 4 ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനിയുള്ള 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ ബിസിനസ് ക്ലോസിംഗ് വരുമ്പോൾ ഇനി എത്രയും കൂടിയും വോളി അവിടെ വരും കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇവിടെ ഇരിക്കുന്ന സ്റ്റാറിന്റെ വ്യൂവേഴ്സിന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവിഷൻ ഇനിയും കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇനിയും അതിൽ വളർച്ച കൊണ്ടേണ്ട ആവശ്യമുണ്ട്. കുറേ അധികം നമ്മുടെ ടീമിൽ ആക്റ്റീവായുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള വോളിയം അവർക്ക് വരുന്നില്ല എങ്കിൽ എന്തോ അവിടെ തകരാറുണ്ട്. ആ തകരാറ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ, പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ തകരാറ് എന്താണെന്ന്? അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എ സൂപ്പർവിഷൻ വുമൺ. നിങ്ങൾക്ക് സൂപ്പർവിഷൻ ഉണ്ട്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേറെ വാക്ക് പറഞ്ഞുതരാം. സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സൂപ്പർവൈസിങ്. ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ സൂപ്പർവൈസർ ആയിട്ടായിരുന്നു. ഒരു 4 വർഷത്തോളം സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. കയറി ഒരു 6ാമത്തെ മാസമായപ്പോഴേക്കും സ്ഥാനക്കയറ്റം കയറി കിട്ടി, സൂപ്പർവൈസറായിട്ട് മാറുക ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്രേ ഉള്ളൂ. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ പണിയെടുപ്പിക്കുന്നവനല്ല. ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ പണിയെടുപ്പിക്കുന്നവനല്ല. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് പണിയെടുക്കുന്നവനാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് സൂപ്പർവൈസിങ് എന്ന് പറയുന്നത്. അവരുടെ കൂടെ നിന്ന് അവരും പണിയെടുക്കുന്നുണ്ട്, നമ്മളും കൂടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കണേക്കാളും കൂടുതൽ ചിലപ്പോൾ അവർ എടുക്കണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവരുടെ കൂടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല CNC മെഷീൻ മേഖലയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് മെഷീനറീസ് ആണ്. 2 മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് വേണ്ട പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റാഫുകളുണ്ട്, 2 സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരായിരിക്കും ആ വർക്കിന്റെ ഒരു 90% കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു 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 ഒബ്ജക്റ്റ് ഞങ്ങൾ അങ്ങനെ പറയാം, ഒരു ഒബ്ജക്റ്റ് മാറ്റി വെച്ചിട്ട് അടുത്ത ഒബ്ജക്റ്റിന്റെ വർക്കിനുള്ള മെറ്റീരിയൽ കയറ്റുന്ന സമയത്ത് 4 ബോൾട്ട് ഇടുന്ന സമയമുണ്ട്. 4 ബോൾട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. അത് ഊരിപ്പോണ്ടിരിക്കാൻ ആ ബോൾട്ട് ഇടാൻ വേണ്ടി ഇവൻ അപ്പുറത്ത് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ വരണ വരെ ബോൾട്ട് ഇടാൻ ഞാൻ നോക്കിയിരിക്കുന്നത് സൂപ്പർവൈസിങ് അല്ല. സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞാൽ അവൻ എന്തായാലും അവിടെ കമ്പ്യൂട്ടറിലെ കാര്യം ചെയ്യില്ല. അപ്പൊ ഞാൻ ആ 4 ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് സൂപ്പർവൈസിംഗാ, അവരുടെ കൂടെ നിന്ന് പണിയെടുക്കുന്നതാ. ചിലപ്പോൾ 4 ബോൾട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ആ 4 ബോൾട്ട് ഇട്ടിട്ടുള്ളെങ്കിലും അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് സൂപ്പർവൈസിങ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് സൂപ്പർവൈഷൻ. നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇതാ ചെയ്യണ്ടേ. കാരണം എന്താ, ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ എന്റർപ്രൈസസിന്റെ അത്രയും എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർക്ക് ഉണ്ടാവോ? ഇല്ലല്ലോ. നമ്മൾ സ്റ്റാർ എന്റർപ്രൈസസിന്റെ എക്സ്പീരിയൻസ് ഇത്രയും ഇരിക്കുന്ന നിങ്ങളുടെ അത്രയും എക്സ്പീരിയൻസ് ചിലപ്പോൾ 6 മാസം, 1 വർഷം, 1.5 വർഷം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ചെറിയ എക്സ്പീരിയൻസ് അല്ല. ആ എക്സ്പീരിയൻസ് കൂടെ പുതിയതായിട്ട് വന്നവർക്കില്ല, ഇപ്പൊ സ്റ്റാർ ആവാത്തവർക്കില്ല.
അപ്പൊ അവരുടെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ ഉണ്ടാവുക, അവിടെ നമുക്ക് ഉണ്ടാവുന്ന കാര്യം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നോക്കും. ഇനി സൂപ്പർവൈസിങ് ചെയ്യണ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ഒരു കാര്യം പറഞ്ഞുതരാം, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം നമുക്ക് സൂപ്പർവൈസിങ് ചെയ്യണ സമയത്ത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സൂപ്പർവൈസറാ ഒരു തോന്നൽ വരും. സ്വാഭാവികമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നാല് ചാട്ടം ചാടും അല്ലേ? നമ്മൾ എങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്, സൂപ്പർവൈസർമാരൊക്കെ നാല് ചാട്ടം ചാടും. ഫോർമാൻമാരൊക്കെ വിദേശത്തേക്ക് ഉണ്ടായ ആൾക്കാർക്ക് അറിയാം, ഫോർമാൻമാരൊക്കെ തൊട്ട് തലോടിയാണ് സംസാരിക്കാറ്, ഇത്തിരി ചൂടായിട്ടാണ് സംസാരിക്കാറ്. അവർ എന്തെങ്കിലും തെറ്റുണ്ടോ ഭയങ്കരമായിട്ട് അവർ ചിലപ്പോൾ ഷൗട്ട് ചെയ്തെന്ന് വരും. പക്ഷേ അത് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യാനേ പാടില്ല എന്ന് പറയാം ശരിക്കും. വളരെ അത്യാവശ്യം വന്നാൽ വേണമെങ്കിൽ ചെയ്യാം, ബട്ട് ഷൗട്ട് ചെയ്യാതിരിക്കാനാണ് പരമാവധി നോക്കണ്ടേ. പകരം എന്തായിരിക്കണം, ആ തെറ്റ് തിരുത്തിയിട്ട് അവരെ കൊണ്ട് തന്നെ വീണ്ടും അതേ കാര്യം ചെയ്യിപ്പിക്കുക, അതേ പ്രവർത്തനം ചെയ്യിപ്പിക്കുക. തെറ്റ് വന്നു, ഒരു ഇപ്പൊ ബോൾട്ട് ഇടുന്ന കാര്യമാണ്, അയ്യോ ബോൾട്ട്, അതെ ബോൾട്ട് ഇങ്ങനെയല്ല ഇടണം കേട്ടോ, ഇങ്ങനെ ഇടണം, ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ തെറ്റ് അവിടെ തിരുത്തി എന്നിട്ട് പറയാ, ഇനി ഞാൻ ഇങ്ങനെ മനസ്സിലായില്ലേ, ഇനിയിപ്പോ നിങ്ങൾ തന്നെ ചെയ്തോ, എന്നിട്ട് നമ്മൾ അറിയിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നോക്കിക്കുക, വീണ്ടും അതേ തെറ്റ് ചെയ്യണമെന്ന് നോക്കുക, വീണ്ടും അതേ തെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും തിരുത്താം. അങ്ങനെ തിരുത്തി 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 നമ്മളെ പോലെ ഒരു സൂപ്പർവൈസർ ആക്കി അവരെ മാറ്റാം. തിരുത്താണ്ട് ഒരു സൂപ്പർവൈസറായിട്ട് മാറും. നമ്മളെപ്പോഴും നമ്മുടെ ലീഡേഴ്സ് തിരുത്തുന്നില്ലേ, നമ്മൾ തിരുത്താൻ നിന്ന് കൊടുക്കണ്ടോന്ന് ഉള്ള കാര്യം രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മളെപ്പോഴും ലീഡർമാർ തിരുത്തുന്നില്ലേ, വാക്കുകളിലൂടെയും അവരുടെ നോട്ടത്തിലൂടെയും അവരുടെ പല ബോഡി ലാംഗ്വേജിലൂടെയും നമ്മളെ അവർ തിരുത്തുന്നുണ്ട്. ആ തിരുത്തലുകൾ പോലെ തന്നെയാണ് നമ്മുടെ ടീമിലും ചെയ്യേണ്ടത്. ഡോക്ടർ രാജൻ സാറ് ആരെങ്കിലും ഇതുവരെ തല്ലിയിട്ടുണ്ടോ, തല്ലി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പക്ഷെ എന്നാൽ രാജൻ സാറ് നമ്മളെ തിരുത്തുന്നില്ലേ, വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് തിരുത്തുന്നില്ലേ. ഗിരീഷ് സാറ്, എൻ്റെ അറിവിൽ ഇന്നേ വരെ ഗിരീഷ് സാർ ആരെയും എന്താ പറയാ ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാ സാറ് കാര്യങ്ങൾ പറയോ, കാര്യങ്ങൾ പറയും. അന്ന് നമുക്കത് എന്താ പറയാ ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത വേദനയാവോ, അതുമില്ല. എന്താ വെച്ചാൽ മുറിവുണ്ടാക്കില്ല സാറ്, പക്ഷെ മുറിവുണ്ടാക്കാണ്ട് കാര്യം പറഞ്ഞിട്ട് തിരുത്തി തരും. ഇതാണ് സൂപ്പർവൈസിങ് എന്ന് പറയുന്നത്. ആ ഒരു സൂപ്പർവൈസിങ് പവറിലേക്ക് നമ്മൾ വരണം, നമ്മൾ വരേണ്ട സമയമായി. സ്റ്റാർ ആൻഡ് എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വരേണ്ടത്. കാരണം നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാർ അച്ചീവേഴ്സും, മിനിമം നിങ്ങളുടെ കൂടെയുള്ള സ്റ്റാർ അച്ചീവേഴ്സ്, അവരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സൂപ്പർവൈസിങ് ചെയ്യേണ്ട ആളുകളാണ്. പക്ഷെ സൂപ്പർവൈസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും നമുക്ക് കിട്ടി എന്നല്ല അർത്ഥം. അവരെ ഗൈഡ് ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. തെറ്റുകൾ തിരുത്തി 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 ഗൈഡ് ചെയ്യുക എന്നതാണ് പ്രധാനം. ഇനി തെറ്റുകൾ തിരുത്തുമ്പോൾ എന്ത് കൊടുക്കണം, കോൺഫിഡൻസ് കൊടുക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നീ ചെയ്യ്, നിങ്ങൾ ചെയ്തോ. ഇപ്പൊ സംഭവം തെറ്റ് മനസ്സിലായില്ല, അപ്പൊ ഇനി ഇത് വീണ്ടും വരാതെ നോക്കിയാൽ മതി, വീണ്ടും ചെയ്തോ കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം പറഞ്ഞുതരാം. എൻ്റെ ടീമിലൊരു മാഡം ജോയിനിങ് ഒക്കെ പഠിച്ചു, ജോയിനിങ് ചെയ്യാൻ പഠിച്ചു. ആള് ജോയിനിങ് ഒക്കെ ചെയ്യാൻ പഠിച്ചു, ജോയിനിങ് ചെയ്തു, ജോയിനിങ് ചെയ്തു. അതിൽ ചെയ്തു വന്നപ്പോൾ ആളുടെ സെക്കൻഡ് സൈഡിലാണ് ജോയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ജോയിനിങ് ചെയ്തു വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ചെറിയൊരു പേടി ഉള്ളിൽ കയറി. മിസ്റ്റേക്ക് വന്നു. ആളുടെ അപ്ലൈനെ വിളിച്ചു. അപ്ലൈൻ ചീത്തയൊന്നും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ വരാൻ പാടില്ലോ, ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞു. കൂടെ എന്തായി, അപ്പൊ പിന്നെ പവർ സൈഡിലെ ആൾക്ക് ജോയിനിങ് വെക്കാണ്ട്, പവർ സൈഡിലെ ആള് മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാർ ജോയിനിങ് വെക്കുമല്ലോ. അപ്പൊ ആൾക്കൊരു പേടി കയറി. സെക്കൻഡ് സൈഡിൽ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സൈഡിൽ തെറ്റ് വന്നാൽ അത്ര വലിയ വിഷയമില്ല, പക്ഷെ പവർ സൈഡിൽ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റ് വന്നാൽ അത് മൊത്തം ആക്ടിവേറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ബാധിക്കും എന്നുള്ളൊരു പേടി ഉള്ളിൽ കയറി. ആള് പവർ സൈഡിലേക്ക് ജോയിനിങ് ഉണ്ടെങ്കിലും ആള് ലീഡറെ ഏൽപ്പിക്കുകയാണ് ചെയ്യാനായിട്ട്. ആള് ചെയ്യണില്ല, ജോയിനിങ് പഠിച്ച ആളാ, പക്ഷെ ആള് ചെയ്യണില്ല. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ആളോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് സാറ് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി, ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നപ്പോ. ഞാൻ പറഞ്ഞു, തെറ്റില്ലാണ്ട് വരെ നടക്കുമോ? മാഡം എണീറ്റ് അല്ലെങ്കിൽ ഇപ്പൊ മാഡം എണീറ്റ് നടന്നത് അമ്മ എന്താ പറയാ കിടക്കപ്പായന്ന് നേരെ എണീറ്റ് നടക്കാണോ ചെയ്തേ, അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ നേരെ കട്ടിലുമ്പോൾ ഇറങ്ങി നടക്കാണോ ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മറിഞ്ഞ് അത് കഴിഞ്ഞ് എണീറ്റ് രണ്ട് സ്റ്റെപ്പ് വെച്ച് വീണ് ഇങ്ങനെ നടന്നാണോ ഇന്ന് നടക്കുന്ന രീതിക്ക് നടന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ എല്ലാ പിള്ളേരും നടക്കുന്ന പോലെ തന്നെയാണ് ആ പ്രോസസ്സിലൂടെ വന്നേ. അപ്പൊ ഇതൊരു പ്രോസസ്സിംഗ് ആയിട്ട് കണ്ടാൽ മതി. ഇപ്പൊ തെറ്റ് വരുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ, അപ്പൊ ഇനി അത് വരാതെ നോക്കിയാ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ.
ജോയിൻ ചെയ്യാൻ അറിയാം, അതേ തെറ്റ് ഇനി വരാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. മാഡം തന്നെ ജോയിൻ ചെയ്തു വന്നിട്ട് കോൺഫിഡൻസ് കൊടുത്തു. അതാ പറഞ്ഞു, തെറ്റ് തിരുത്തിയിട്ട് അവർക്ക് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമുക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റണം. ഇതാണ് സൂപ്പർവൈസിങ്. ഈ ഒരു സൂപ്പർവൈസിങ് പവർ ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ ആൻഡ് ലീഡേഴ്സ് നമുക്ക് എല്ലാവർക്കും വരണം. ഞാനടക്കം നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു സൂപ്പർവൈസിങ് പവർ എന്ന് പറയുന്നത്, ഈ ഒരു സൂപ്പർവൈസിങ് നമുക്ക് വരണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, നമ്മൾ സിസ്റ്റത്തിൽ അപ്ഡേഷൻ വരുന്നുണ്ട്. ഡോക്ടർ രാജൻ സാർ നമുക്ക് ഓഫർ തന്നുന്നുണ്ട്, ലീഡേഴ്സ് ഒക്കെ ഓഫർ തരുന്നുണ്ട്. ഈ ഓഫറുകളുണ്ട്. ഈ ഓഫറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഓഫറുകൾ എന്താ, ഇപ്പൊ 3 മാസത്തെ ഓഫറുകളാണ് അല്ലെ. 3 മാസത്തെ ഓഫറുകൾ ഇപ്പൊ ഇതിപ്പോ രണ്ടാമത്തെ മാസം കഴിയാറായി. നമുക്ക് ഓഫറുകൾ അറിയാലോ അല്ലെ. 50,000 PV ടോട്ടൽ വരികയും അതിൽ 30,000 PV ന്യൂട്രി ചാർജ് ഉണ്ടാവുകയും ചെയ്യണം അല്ലെ. ന്യൂട്രി ചാർജ് 30,000 PV വരണം. അതിൽ മിനിമം 5,000 PV എങ്കിലും ന്യൂട്രി ചാർജ് എല്ലാ മാസവും വന്നിട്ടുണ്ടാവണം. ഇതൊരു ഓഫറാ. ഇനി അത് പറ്റില്ലേ, എല്ലാ മാസവും 25,000 PV ചെയ്തിട്ട് ടോട്ടൽ 75,000 ആക്കാം. അങ്ങനെ ഒരു ഓഫറും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പറ്റില്ലേ, ഇനി ഇതും പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാറിന്റെ മുകളിലേക്കുള്ള പൊസിഷനിലേക്ക് അച്ചീവ്മെന്റ് നേടിക്കോ. സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സ് പൊസിഷനിലേക്ക് വന്നോ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സ് നിങ്ങളുടെ പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ആ ഓഫർ അച്ചീവ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരു സ്റ്റാർ ഗോൾഡ് അച്ചീവർ ആയാലും ഈ പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ്, ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി നമ്മുടെ ടീമിലുള്ള ആളുകൾ മിനിമം സ്റ്റാറെങ്കിലും ആയാൽ അവരും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നമുക്ക് രാജസ്ഥാൻ തന്നിരിക്കുന്ന ടൂർ ടൂർ അറ്റൻഡ് ചെയ്യാം അല്ലേ. അപ്പൊ ഇങ്ങനെ ഓഫറുകളുണ്ട്. ഇത് നമ്മുടെ ടീമിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു, അവരത് ചെയ്യുന്നുണ്ടോ, അവരേതാ ഓഫർ എടുത്തേക്കണേ. സൂപ്പർവൈസ് ചെയ്യണ്ടേ, ആരാ സൂപ്പർവൈസ് ചെയ്യുക, നമ്മളല്ലേ സൂപ്പർവൈസ് ചെയ്യണ്ടേ, നമ്മളല്ലേ സൂപ്പർവൈസർ. സോ സൂപ്പർവിഷൻ ചെയ്യണം. ഇപ്പൊ സൂപ്പർവൈസിങ്ങിൽ ഇതും ഒരു കാര്യമാണ്. കാരണം അപ്ഡേഷൻ വരുന്നു, സൈറ്റിൽ അപ്ഡേഷൻ വരുന്നു, ആപ്ലിക്കേഷനിൽ അപ്ഡേഷൻ വരുന്നു, ഇപ്പോഴും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം കൂടി RCMന്റെ ബില്ലടിക്കുന്ന സൈറ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആഹ്, അതല്ലാതെയുള്ള ഒഫീഷ്യൽ നമ്മുടെ RCM വേൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അതിലും അപ്ഡേഷൻസ് വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് വരെ അതിൽ അപ്ഡേഷൻ വന്നിരുന്നു. ഇപ്പൊ പുതിയ അപ്ഡേഷൻസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല, പക്ഷെ പണി നടക്കുന്നുണ്ട്. കാരണം നമുക്കത് ഉപയോഗിക്കുമ്പോൾ അറിയാം ഇനിയും അതിൽ കുറെ ഓപ്ഷൻസ് വരാനുണ്ടെന്ന്. കുറെ ഓപ്ഷൻസ് വരാനുണ്ടെന്നതിന്റെ അർത്ഥം ഇനിയും അതിൽ വർക്കുകൾ ബാക്കിയുണ്ട് എന്നതാണ്. അപ്പൊ ഇത് ടീമില് ഒരു ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ച് അതൊരു ഉള്ളില് അയ്യോ, ആദ്യത്തെ ഒരു നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇനി പണി കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ജോലിയും കുറെ ഉണ്ടായിരുന്നല്ലോ, അയ്യോ അങ്ങനെ വരില്ല ഇങ്ങനെ വരില്ല എന്നൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനെ സൂപ്പർവൈസ് ചെയ്ത് കോൺഫിഡൻസോട് കൂടി അവരെ ആ ടെൻഷൻ ഒഴിവാക്കേണ്ടവരാണ് നമ്മൾ ലീഡേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ടവരല്ല. അവർ ജോയിനിന്റെ കാര്യം വിളിക്കുമ്പോൾ ശരി, അയ്യോ ശരിയാണല്ലോ, എനിക്കൊന്നും പറ്റല്ലേ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ ടെൻഷൻ ഒന്നുകൂടി കൂട്ടല്ല വേണ്ടത്. അത് ശരിയാവും, സൈറ്റാണ്, അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, വർക്കുകൾ കഴിഞ്ഞു വരും, എന്നിട്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, ഇതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ടെൻഷൻ ഫ്രീ ആവണം. അപ്പൊ സൂപ്പർവൈസിങ് എന്ന ഒരു മേഖലയാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഇവിടെ നിന്നും നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് ലീഡർഷിപ്പിലേക്ക് വരാനല്ലേ. ലീഡർഷിപ്പിനെ കുറിച്ച് ഇഷ്ടം പോലെ ലീഡർമാർ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ. ഗിരീഷ് സാറിന്റെയും രാജൻ സാറിന്റെയും മൂർത്തി സാറ്, ബീനു സാറ്, അർജുൻ സാറ്, ഇങ്ങനെ ഒരുപാട് പേര്, സജീവ് സാറ്, ഇഷ്ടം പോലെ നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ക്ലാസ് തരാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ കാര്യം പറയണില്ല. അപ്പോൾ ലാസ്റ്റ് ഘട്ടമാണ് ശരിക്കും പറഞ്ഞ ബിസിനസ് മാൻ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും വളർന്ന് പക്വത വന്ന് അവിടെ നിന്ന് വളർന്ന് 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 എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരാം. അപ്പോൾ ലാസ്റ്റത്തെ ഒരു മൂന്നാമത്തെ പോയിന്റ് ആണ് ലൈക്ക് എ ലീഡർഷിപ്പ്. നമുക്ക് മെന്റർഷിപ്പ് വരണം അല്ലെങ്കിൽ ലീഡർഷിപ്പ് വരണം. ഈ ഒരു ഘട്ടത്തിലേക്ക് വരണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലീഡർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒറ്റ ഫോട്ടോ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ലീഡർഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ. ഈ ഫോട്ടോ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എങ്ങനെയുണ്ട് ഈ ഫോട്ടോ? നല്ല രസമില്ലേ? ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞേ? എന്താ മനസ്സിലാവണേ? സജിത മേഡം എന്താ മനസ്സിലാവണേ ഇതില്? സാർ, കൈ പിടിച്ച് നടത്താൻ എപ്പോഴും ഒരു ലീഡർ ഉണ്ടാവണം. ആ ലീഡർ എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഞാൻ ബിജേഷാണ് സാർ, ആ, DRCM. ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് കൈ പിടിച്ച് നടക്കാനും ലീഡർ ഉണ്ടാവണം. പക്ഷെ ലീഡർക്കും കൈ പിടിച്ച വ്യക്തിക്കും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ലീഡറിന്റെ വാല് എത്രയോ കെണിയുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് അല്ലേ. അല്ലെ, എലി എലി നോക്കിയേ, എത്ര കെണി ആ വാലുമ കിടക്കണേ. പക്ഷെ കൈ പിടിച്ച് നടക്കുന്ന ആളുടെ വാലുമഴോ
എന്ന് വെച്ചാൽ അസോസിയേറ്റിന്റെ വാല്യൂം എത്ര ഗണിയുണ്ട്? മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ലീഡർമാരെല്ലാം നമ്മൾ മെന്ററായിട്ട് കാണുന്ന വ്യക്തികളെല്ലാം അവരൊക്കെ ഇതുപോലെ ഒരുപാട് വാല് പല സ്ഥലത്തും കുടുങ്ങി കിടന്നിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ കൈമ പിടിച്ച് നടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം, ലീഡറിന്റെ വാല് 10 കെണിയുമുണ്ടെങ്കിൽ നമ്മുടെ വാല് ഒരെണ്ണത്തിന് എങ്ങാനും ഉണ്ടാവുള്ളൂ. വേറെ എവിടെയും കാണൂല. വേറെ എവിടെയും ഉണ്ടാവാൻ അവർ സമ്മതിക്കില്ല. അതാണ് ലീഡർഷിപ്പ്, അതാണ് മെന്റർഷിപ്പ്. അത് നമ്മളാവണം. അതിലേക്ക് നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വരണം. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോവാ? കെണി ഇരിക്കുന്നിടത്തൊക്കെ ചാടി കടക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കടക്കണമെങ്കിൽ ഏഹ് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എങ്ങനെ പറ്റുക അല്ലേ? അപ്പോ ഞാൻ അതിന്റെ കുറെ ഇൻഡത്തിലേക്ക് പോയ ഇമോഷണൽ ആവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ RCM ബിസിനസ്സിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും ആവശ്യം, എനിക്ക് എന്തറിയാം എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തറിയില്ല എന്നുള്ളൊരു ഒരു ഏഹ്, ഇതെന്ന് പറയില്ലേ, ബോധ്യം എന്ന് പറയില്ലേ, എനിക്ക് എന്തറിയില്ല എന്ന ബോധ്യമാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ലീഡർ ആവണം, എനിക്കൊരു ലീഡർഷിപ്പ് വരണം, എന്നെ ആളുകൾ മെൻറ്ററായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെൻറ്ററിങ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് മാസം മാസം തുടക്കത്തിലൊക്കെ പലരും ഇപ്പോൾ പരാതി, സാറിൻ്റെ അടുത്ത് ഈ കൗൺസിലിംഗ് വരാൻ ഡേറ്റ് കിട്ടണില്ല എന്നുള്ളതാണ് പരാതി ഇപ്പോഴത്തെ കുറേ പേരുടെ. അപ്പോൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് ആളുകൾ വരണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഇനി കൗൺസിലിങ്ങിന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു സാധനമാണ്, എനിക്ക് എന്തറിയാം എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തറിയില്ല എന്നുള്ള ബോധ്യം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അണ്ടർലൈൻ ഇട്ട് വെച്ചോ സാധനം. എനിക്ക് എന്തറിയില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എന്ന് വരുന്നോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല RCMിലെ. ഞാൻ ഇനിയും RCMിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് ഇനിയും ഒരുപാട് സ്കില്ല് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഒരുപാട് 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 കടമ്പകൾ ഇനി കടക്കാനുണ്ടെന്നുള്ള ബോധ്യം അന്ന് മനസ്സിലാവും. അന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠനത്തിനും സ്കില്ല് ഡെവലപ്മെന്റിനും വേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. സമയം മാത്രമല്ല, കാശ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അതും ചെയ്യും. അതിന് ഏറ്റവും വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് ജയരാജ് സാറ്. അദ്ദേഹത്തിന് ഇന്ന് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ വാഴ്ത്തി പാടുന്നു. പക്ഷെ അദ്ദേഹം വാഴ്ത്തിപ്പെടുന്ന ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺ ഈസ് അദ്ദേഹത്തിന്റെ സമയവും മണിയും സ്പെൻഡ് ചെയ്തു ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താണോ കുറവ് അത് നികത്തിയെടുക്കാൻ നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ അത് ആരോടും ഒരു വിദ്വേഷമോ ഒന്നും വെച്ച് പറയുന്നതല്ല, ആരോടും ഒരു കുറ്റവുമായിട്ട് പറയുന്നതല്ല. ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. കാരണം നമ്മളെ കണ്ട് നമ്മുടെ കൂടെ ടീം മെമ്പേഴ്സ് വരണേ, നമ്മളെ കണ്ട് അവർ മുന്നിലോട്ട് വരുമ്പോൾ അവര് അവർക്ക് കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാനോ, അല്ലെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അവർക്ക് ഇന്ന വഴിക്ക് പോയാൽ മതി, അവിടെ കെണിയൊന്നും ഇല്ല എന്ന് പറയണമെങ്കിൽ പോലും ഒരു തവണയെങ്കിലും ആ വഴി കൂടെ പോയ എക്സ്പീരിയൻസ് എനിക്ക് വേണം. അല്ലാതെ ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റാ? ശരിയല്ലേ? ഇപ്പോ ഞാൻ രാജസ്ഥാനിലേക്ക് കാറും കൊണ്ട് പോയ സമയത്ത് ഞാൻ സജിത മാഡത്തിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സജിത മാഡം ഞാൻ കാറും കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഏത് റൂട്ടാണ് നല്ലത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് എങ്ങനെ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട്. വിനിത മാഡത്തിനും സുഭാഷ് സാറിനെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ, അവർ എന്നെക്കാളും മുന്നേ കാറും കൊണ്ട് രാജസ്ഥാൻ പോയ ആളുകളാ. ഓക്കെ, ഞാൻ ഇപ്പോ ഈ വരുന്ന ദിവസം ഇടുക്കിയിലേക്ക് പോകാൻ നിൽക്കാം. ഞാൻ ഇടുക്കി ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് മൂർത്തി സാറിന്റെ കൂടെയൊക്കെ പോയാണ്. അപ്പൊ അന്ന് സാറ് പറഞ്ഞ വഴി കൂടെ വണ്ടി ഓടിക്കാതെ മാത്രമായിരുന്നു. ഇതിപ്പോ ഇപ്രാവശ്യം പോകണം, ഞാൻ എൻ്റെ കാറും കൊണ്ടാണ് പോണേ. ഞാൻ സ്വന്തം പേഴ്സണലായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ റൂട്ടിൽ കൂടെ പോയി പരിചയമുള്ള ആൾക്കാരെ, എനിക്കറിയുന്ന ആൾക്കാരൊക്കെയാ. ബിനീഷ് സാറിന് അറിയാം. കാരണം ബിനീഷ് സാർ ഇടയ്ക്കിടയ്ക്ക് ഇടുക്കി പോണ ആളാണ്. കാരണം ബിനീഷ് സാറിന് അവിടെ ടീമുണ്ട്. ബിനീഷ് സാറ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്കായിട്ട് പോണ ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചു, റൂട്ട് ഏതെടുക്കണം, എങ്ങനെ പോകണം എന്നുള്ളത് ചോദിച്ചു. ഇന്നലെ വിമൽ സാറിനെ വിളിച്ച് ചോദിച്ചു. കാരണം വിമൽ സാർ ഒരുപാട് കേരളത്തിന് പുറത്തും ഒരുപാട് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വിമൽ സാറിനെ വിളിച്ച് ചോദിച്ചു, വിമൽ സാറെ ഞാൻ എങ്ങനെ ഇടുക്കി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സാർ എങ്ങനെ പോകണം? അപ്പോൾ സാറ് പറഞ്ഞു, സാറിന്റെ വീട്ടിൽ നിന്ന് ആണോ പോകണം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകണമെന്ന് ചോദിച്ചു. പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ സാറേ ഈ റൂട്ടിൽ കൂടെ പോയാൽ മതി. ഈ റൂട്ടിൽ കൂടെ പോയാൽ സാറിനൊരു 6ഓളം ബ്ലോക്കുകൾ ഒഴിവാക്കി
വളരെ ഈസിലി, അതും നല്ല റോഡ്, റബ്ബറൈസ്ഡ് റോഡിൽ കൂടെ പോകാൻ പറ്റുന്നു. ഓക്കെ സാറേ, താങ്ക് യു എന്ന് പറഞ്ഞു. എന്താ കാര്യം ഇതില്? ഇതെന്താ സംഭവം? ഏ അതാണ് അവരുടെ, അത് അവർക്ക് പോയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ മെന്റർഷിപ്പ് ചെയ്താൻ പറ്റിയത് അല്ലേ? ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇതുപോലെ തന്നെ ഈ ബിസിനസ്സിലും എനിക്ക് സ്റ്റാർ ആവണം, എനിക്ക് റോയൽറ്റി ആവണം. റോയൽറ്റി ആവണമെങ്കിൽ റോയൽറ്റി ആയ എൻ്റെ ലീഡറിൻ്റെ ഇത് ചോദിച്ചു പോകണം. മുന്നേ പോയ ആളോട് ചോദിക്കണം ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. അതാണ് മെന്റർഷിപ്പ്. അതാണ് നമ്മൾ പഠിക്കേണ്ടതും. നമുക്ക് ഈ പരിപാടി നമ്മളിത് ചെയ്യുകയും വേണം. നമ്മുടെ ടീമിലെ ആൾക്കാരെ സ്റ്റാറിലേക്ക് കൊണ്ടുവരെങ്കിൽ നമ്മൾ മെന്ററായി മാറണം. അപ്പോഴേ ടീമിലത്തെ ആൾക്കാർക്ക് സ്റ്റാർ ആവാൻ പറ്റുള്ളൂ. വിളിക്കുന്ന സ്റ്റാർ അച്ചീവേഴ്സ്, നിങ്ങളുടെ ടീമിൽ ഒരു സ്റ്റാറിനെ കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മെന്റർഷിപ്പിലേക്ക് വാ. നിങ്ങൾ മെന്റർഷിപ്പിലേക്ക് വന്നാൽ നിങ്ങളുടെ ടീമിലെ ആൾക്കാരോട് പറയാം, നിങ്ങൾ ഈ വഴിക്ക് വന്നാൽ നിങ്ങൾക്ക് ഈസിലി സ്റ്റാർ ആവാം, ഞാൻ ആ വഴി കൂടെ വന്നിട്ടാ സ്റ്റാർ ആയേ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നമ്മൾ ആ മെന്റർഷിപ്പിലേക്ക് വരുമ്പോഴേ അത് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വേണം. ഇനി ഇതിനൊക്കെ പുറമെ ലീഡർഷിപ്പിൽ നമുക്ക് വേണ്ട മറ്റൊരു സാധനമാണ് വകതിരിവ്. വകതിരിവ് വളരെ അത്യാവശ്യമാണ്. വകതിരിവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ചെറിയ നമ്മുടെ മൂർത്തി സാർ എപ്പോഴും പറഞ്ഞൊരു കഥ പറഞ്ഞുതരാം. ഒരു അമ്മ ഏഹ് ആളുടെ മകനോട് പറഞ്ഞു വെണ്ണ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. മകൻ പോയി വെണ്ണ വാങ്ങിച്ചു. വെണ്ണ വാങ്ങിക്കാനേ പറഞ്ഞോളൂ. അവൻ പോയി വെണ്ണ വാങ്ങിച്ചു, തലയിൽ വെച്ചിട്ട് പോകുന്നു. ഇങ്ങനെ വെണ്ണ തലയിൽ വെച്ചിട്ട് വന്നാൽ എന്തുണ്ടാവും? വീട്ടിൽ വരുമ്പോൾ വെണ്ണ കട്ടായിട്ടിരിക്കോ, വെണ്ണ അവന്റെ മേത്തൂടെ ഒഴുകിയിട്ടുണ്ടാവോ? ഏഹ് അത് ഉരുകി അങ്ങോട്ട് ഒഴുകൂലേ? അപ്പൊ ഉരുകി ഒഴുകി. അപ്പൊ അമ്മ പറഞ്ഞു, എടാ വെണ്ണ ഇങ്ങനെയാണ് കൊണ്ടുവരാ, വെണ്ണ കെട്ടി കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചപ്പോ കെട്ടി കൊണ്ടുവരുന്നു മനസ്സിലായി ആൾക്ക്. അപ്പൊ ഓക്കെ, കെട്ടി കൊണ്ടുവരണം. അടുത്ത പ്രാവശ്യം അമ്മ പറഞ്ഞു, നീ പോയി ഒരു പൂച്ചക്കുട്ടിനെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. പിന്നെ പ്രാവശ്യം അവൻ പൂച്ചക്കുട്ടിനെ വാങ്ങിക്കാൻ പോയി. പൂച്ചക്കുട്ടിനെ വാങ്ങിക്കാൻ പോയപ്പോ അവന്റെ ഓർമ്മ എന്താ? അമ്മ എന്ത് സാധനം വാങ്ങിച്ചാലും കെട്ടി കൊണ്ടുവരുന്ന പറഞ്ഞാണ്. അമ്മ അങ്ങനെ പറഞ്ഞാ ഇല്ല, വെണ്ണ കെട്ടി കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവ മനസ്സിലാക്കിയത് എന്താ? എന്ത് സാധനം വാങ്ങിച്ചാലും കെട്ടി കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? പൂച്ചനെ കെട്ടിപ്പൂട്ടി. കെട്ടിപ്പൂട്ടി കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോ എന്തുണ്ടായി? പൂച്ച ചത്തുപോയി. അപ്പൊ അമ്മ പറഞ്ഞു, പൂച്ചനെ ആരെങ്കിലും കെട്ടിപ്പൂട്ടി കൊണ്ടുവരോടാ, അത് അതിനെ തോളത്ത് വെച്ച് തലോടി കൊണ്ടുവരണ്ടേ? ആ ശരി, അപ്പൊ എന്നാ ഓക്കെ അങ്ങനെയെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം ആടിനെ വാങ്ങിക്കാൻ പോയി. ആടിനെ വാങ്ങിച്ചു. അല്ല, തോളത്ത് വെച്ച് തലോടി കൊണ്ടുവന്നുള്ള പറഞ്ഞാണ്. അപ്പൊ തോളത്ത് വെച്ച് തലോടി കൊണ്ടുവന്നു. ആട് ചെവിമ അടിച്ചു. ആട് ഇറങ്ങി ഓടിപ്പോയി. ആട് ചെവിമ അടിച്ചിട്ട് അത് ഇറങ്ങിപ്പോയി. അത് ഓടിപ്പോയി. അത് നഷ്ടപ്പെട്ടു. വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, ആടിനെ ആരെങ്കിലും തോളിൽ വെച്ച് ഏ, ഇങ്ങനെ കൊണ്ടുവരുമോ? ആടിനെ കെട്ടി വലിച്ചു കൊണ്ടുവരണം പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രാവശ്യം പറഞ്ഞു, നീ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോ എന്തുണ്ടായിണ്ടോ? മനസ്സിലായല്ലോ അല്ലേ? ചിക്കൻ വാങ്ങിക്കാൻ പോയി. ചിക്കൻ വാങ്ങിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തേ? കെട്ടി വലിച്ചു. കൊള്ളാലോ അല്ലേ? പിന്നെ ആ ചിക്കൻ, ദാറ്റ്സ് ഇറ്റ്. വകതിരിവ് എന്ന് പറയുന്നത്, ലീഡർമാരൊരു കാര്യം പറയും, അതിനെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പഠിക്കണം. അല്ലാണ്ട് എല്ലാത്തിനും അങ്ങനെ തന്നെയാന്നല്ല. അത് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുക. ഇത് വകതിരിവ് വളരെ അത്യാവശ്യമാണ്. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ, മെന്റർഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വകതിരിവ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു വകതിരിവ് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോ ഇന്നത്തെ എൻ്റെ സെഷൻ ഞാൻ നിർത്താണ്. നമുക്ക് എന്താ പറയാ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങളോട് എനിക്കൊരു ഒറ്റ കഥ പറയാനുള്ളൂ. ഇത് ഗിരീഷ് സാറ് പറഞ്ഞൊരു കഥയാണ്. ആ കഥ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്താണ്. കഥ ഇത്രേ ഉള്ളൂ. ഒരു രാജാവിന്റെ അടുത്ത് രാജാവിന്റെ പ്രജകളിൽ ഒരാള് വന്നിട്ട് പറഞ്ഞു, സാറേ, അങ്ങൊന്ന് എനിക്ക് ഇവിടെ ഒരു പണി തന്നെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു പണി തരണം, ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങന്ന് പറഞ്ഞു, ഞാൻ നിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് പരിചയമില്ല, എന്റെ പ്രജയാണ്, ഓക്കെ, പക്ഷെ എന്നിരുന്നാലും എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. എന്താണ് നിനക്ക് ജോലി ചെയ്യേണ്ടേ? നിന്റെ ഒരു എന്തെങ്കിലും ഒരു കഴിവ് പറയുന്നു പറഞ്ഞു. കഴിവ് പറഞ്ഞാലേ ജോലി തരാൻ പറ്റുള്ളൂ അല്ലെ? നന്നായിട്ട് പാത്രം തുടയ്ക്കുന്ന പറയുകയാണെങ്കിൽ ശരിയാ, നമുക്ക് അടുക്കളയിൽ പാത്രം തുടയ്ക്കാൻ പണി കൊടുക്കായിരുന്നു അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കഴിവ് പറയാൻ പറഞ്ഞു. അപ്പൊ കഴിവ് പറയാൻ പറഞ്ഞപ്പോ ആള് പറഞ്ഞു, അങ്ങൊന്ന് എനിക്ക് മൃഗങ്ങളെ കണ്ടാലും മനുഷ്യന്മാരെ കണ്ടാലും അവരുടെ ലക്ഷണം പറയാൻ അറിയാന്ന് പറഞ്ഞു. അവരുടെ ബോഡി ലാംഗ്വേജും മുഖമൊക്കെ, ഫേസ് ഒക്കെ വെച്ചിട്ട് ലക്ഷണം പറയാൻ അറിയാം. അവരുടെ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രസന്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ, അത് നല്ല അടിപൊളി പരിപാടിയാണല്ലോ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണം എൻ്റെ പേഴ്സണലായിട്ട് നിർത്താൻ. കാരണം എന്താ? എൻ്റെ കൂടെ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളും എന്താണെന്ന് എനിക്ക് മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ എന്നാ നീ എൻ്റെ കൂടെ നിന്നോ, എൻ്റെ സന്തത സഹചാരിയായിട്ട് നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ
ആള് ജോലിക്ക് എടുത്തു. ജോലിക്ക് നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി അതൊന്ന് പരീക്ഷിക്കണല്ല, എന്നാ പിന്നെ പരീക്ഷിച്ചേക്കാം, ഇത് പരീക്ഷിക്കണ്ടേ. അപ്പോൾ പരീക്ഷിച്ചേക്കാന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, എൻ്റെ കുതിരേനെ നീ കണ്ടല്ലേ? രാജാവിന്റെ കുതിരേനെ എല്ലാവർക്കും അറിയാലോ അല്ലേ, നല്ല വെള്ള തൂവ് വെള്ള കുതിരയ്ക്കായിരിക്കും അല്ലേ. എൻ്റെ കുതിരേനെ നീ കണ്ടല്ലേ? ആ കുതിരേനെ ലക്ഷണം പറയാൻ പറഞ്ഞു. നീ മൃഗങ്ങളിൽ നിന്ന് പറയൂലോ. അപ്പൊ ആള് കുതിരേനെ ഇങ്ങനെ നോക്കി, പോയി ഇങ്ങനെ നോക്കി, അതിന് തിരിച്ചു രാജാവിന്റെ അടുത്ത്, രാജാവേ, ഞാൻ പറയണത് കേട്ടിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തല്ലരുത്, എന്നെ കൊല്ലരുത്, എന്നെ തടവിലിടരുത്, ഒന്നും ചെയ്യരുത്. ആദ്യം തന്നെ ആള് എതിർത്തു. ഏഹ് എന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ കുതിര ശരിക്കും കുതിരയല്ല. ഏഹ് അപ്പൊ രാജാവ് പറഞ്ഞേ, ശരിക്കും കുതിരയല്ല എന്നാ? എന്നിട്ട് നീ പറയണേ? അവൻ പറഞ്ഞു, അതേ രാജാവ്, രാജാവിന്റെ കുതിര ശരിക്കും ഒരു കുതിര കുതിരയുടേതായ രീതിയിലല്ല വളർന്നേക്കണെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ഡൗട്ടായി. രാജാവ് കുതിരേനെ വാങ്ങിച്ച സ്ഥലത്തേക്ക് ഭടനെ വിട്ട് അന്വേഷിപ്പിച്ചു. ഭടനെ വിട്ട് അന്വേഷിച്ചപ്പോ രാജാവ് ഒന്ന് ചോദിക്കല്ലേ, അവര് സത്യം പറയൂലേ. അവര് സത്യം പറഞ്ഞു. അവര് ഭടൻ വന്നിട്ട് പറഞ്ഞു, ശരിയാ രാജാവേ, ഞാൻ കുതിരേനെ വാങ്ങിച്ച സ്ഥലത്ത് പോയി വെച്ചപ്പോഴേ അവര് പറഞ്ഞേ, ഈ കുതിര ജനിച്ചപ്പോ തന്നെ കുതിരയുടെ അമ്മ മരിച്ചുപോയി, അമ്മ ചത്തുപോയി. അപ്പൊ കുതിര ചത്തുപോയത് കൊണ്ട് തന്നെ ഇവർക്ക് കുറെ ആടുണ്ടായിരുന്നു, ഈ ആടിന്റെ കൂടെയാണ് ഈ കുതിര വളർന്നേക്കണെന്ന് പറഞ്ഞു. ഐ അപ്പൊ ഇവൻ പറഞ്ഞത് ശരിയാണല്ലോ. അപ്പൊ അവനെ വിളിച്ചു. അതിന്റെ അവന്റെ അടുത്ത് ചോദിച്ചു, നീ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയേ, ഈ കുതിരയുടെ കാര്യം? നിനക്ക് ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ കുതിരനെ? പറഞ്ഞു, ഇല്ല. പിന്നെ ഇത് ഇങ്ങനെ മനസ്സിലാക്കിയ? അപ്പൊ പറഞ്ഞു, രാജാവേ, സാധാരണ കുതിരകള് നിൽക്കുന്ന ഒരു പോസ്റ്ററിലല്ല, എന്നുവെച്ചാൽ ബോഡി ലാംഗ്വേജ്, ഓക്കെ, ഒരു പോസ്റ്ററിലല്ല രാജാവിന്റെ കുതിര നിൽക്കണേ. സാധാരണ കുതിരകൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കും. പക്ഷെ രാജാവിന്റെ കുതിര ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തല താഴ്ത്തി, ഈ ആടിന്റെ പോലെ ഏത് നേരം തല താഴ്ത്തി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ആ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, കുതിര കുതിരകളുടെ കൂടെയല്ല വളർന്നേക്കണേ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ ലീഡേഴ്സും കുതിരകളുടെ കൂടെയല്ല വളർന്നേക്കണം. എന്നിരുന്നാലും പക്ഷെ നമ്മൾ കുതിര ആവണം. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടുകൊണ്ട് നമ്മുടെ ടീം മനസ്സിലാക്കും ഇത് ലീഡർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. രാജാവിനത് ഇഷ്ടായി. രാജാവ് ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ രാജാവ് അടുത്ത് വന്നിട്ട്, എന്തായാലും പണിക്കെടുത്തല്ലേ, അവനെ പണിയെടുപ്പിക്കണ്ടേ, അടുത്ത് വന്നിട്ട് എന്റെ രാജ്ഞിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അത് രാജാവിന്റെ ഭാര്യനെ വിളിച്ചിട്ട്. അപ്പൊ ആള് ഭാര്യനെ പോയി നിരീക്ഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ ഭാര്യ ശരിക്കും ഒരു രാജകുമാരിയല്ല. ഏഹ് അപ്പോഴും ആള് പറഞ്ഞോട്ടെ, എന്നെ തല്ലരുത് കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാജകുമാരി അല്ലാന്നോ? ഞാൻ രാജകുടുംബത്തിൽ നിന്നുള്ള കല്യാണം കഴിച്ചേ, പിന്നെന്താ പറ്റിയേ? ആളിപ്പോ എന്ത് ചെയ്തു? രാജ്ഞിനെ കൂട്ടാണ്ട് രാജ്ഞിയുടെ രാജാവിലേക്ക് എന്താ പറയാ കൊട്ടാരത്തിലേക്ക് പോയിട്ട് രാജ്ഞിയുടെ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയുടെ മോള് ശരിക്കും അമ്മയുടെ മോള് തന്നെയല്ലേ എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, ഞാനത് പലതവണ എന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. എന്നാലും നീ ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ, നിന്റെ അച്ഛനും ഇവിടുത്തെ അച്ഛനും, എന്നുവെച്ചാൽ രാജാവിന്റെ അച്ഛനും ഇവിടുത്തെ അച്ഛനും തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. അപ്പൊ ഇവര് നല്ല കൂട്ടുകാരായതുകൊണ്ട് തന്നെ ഇവര് പണ്ട് പറഞ്ഞു വെച്ചു, നമുക്ക് ഉണ്ടാവുന്ന മക്കളെ നമുക്ക് പരസ്പരം കല്യാണം കഴിപ്പിക്കാന്ന്. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പൊ അവിടെ നിന്റെ അച്ഛനോട് ഇത് എന്താ പറയാ, ഈ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ദത്തെടുത്തു. അങ്ങനെ ദത്തെടുത്ത ഞങ്ങളുടെ പുത്രിയാണ് ശരിക്കും നീ കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ. എന്നാലും അവള് ഞങ്ങളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ആള് ഇവനോട് പ്രജയോട് ചോദിച്ചു, നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അപ്പൊ പറഞ്ഞു, രാജാവിന്റെ ഭാര്യ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാജ്ഞിയെ പോലെ അല്ല പെരുമാറുന്നേ. ബിഹേവിയർ, ക്യാരക്ടർ, ലീഡറിന്റെ രാജ്ഞിയെ പോലെ അല്ല പെരുമാറുന്നേ. സാധാരണ രാജ്ഞികളൊക്കെ അവരുടെ കൂടെ എപ്പോഴും സന്തത സാഹചര്യം ഉണ്ടാക്കുന്ന തോഴിമാരുണ്ട്. ആ തോഴിമാരോട് ഭയങ്കര ക്ലോസ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടത്തോടെ പെരുമാറും. പക്ഷെ രാജാവിന്റെ ഭാര്യ അങ്ങനെയല്ല പെരുമാറുന്നത്. അവരോട് എപ്പോഴും ഷൗട്ട് ചെയ്യല്, എപ്പോഴും ചീത്ത പറയില്ല. അവർ നല്ലത് ചെയ്താലും നല്ലത് പറയില്ല, ഏഹ്, എപ്പോഴും വഴക്ക് പറയലും മറ്റു കാരണമൊക്കെയാ. അവരുടെ ബിഹേവിയറും ക്യാരക്ടറും വെച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. അപ്പൊ നമ്മുടെ ലീഡർഷിപ്പിൽ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബിഹേവിയറും ക്യാരക്ടറും കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടീം മനസ്സിലാക്കും ഇത് ലീഡർ ആണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ ബിഹേവിയറും ക്യാരക്ടറും ശരിയാക്കണം. ആൾക്ക് കൗതുകം ഒന്നുകൂടിയും കൂടി. ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചു, എന്നാ നീ എന്നെ നോക്കിയിട്ട് പറഞ്ഞേ ലക്ഷണം എന്ന് പറഞ്ഞു. ആര്? സ്വയം ഒന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ ഏഹ് രാജാവിനെ നോക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, സത്യം പറഞ്ഞ രാജാവെ, എന്നെ കൊല്ലരുത്.
രാജാവ് ശരിക്കും ഒരു രാജാവല്ല. അയ്യോ പെട്ടുപോയിട്ടോ. അപ്പൊ രാജാവിന് കൺഫ്യൂഷനായി. ഞാൻ രാജാവല്ലെന്നോ? ഏയ്. അപ്പൊ വീണ്ടും ആള് എന്ത് ചെയ്തു, രാജാവിന്റെ സ്വന്തം അമ്മേരത്തേക്ക് പോയി. അമ്മേരത്ത് പോയിട്ട് ചോദിച്ചു, അമ്മ ഇങ്ങനെ ഞാൻ ശരിക്കും നിങ്ങളുടെ മോനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഒരു ഉടമ്പടി നമുക്കറിയാലോ അല്ലെ, രണ്ട് കുടുംബവും തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലോ. ആ ഉടമ്പടി വീണ്ടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സത്യത്തില് മോനെ, എനിക്ക് മക്കളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്കുണ്ടായ മക്കളൊക്കെ പലരും മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ദത്തെടുത്ത പുത്രനാണ് നീ. അപ്പൊ എനിക്ക് മരിച്ചുപോയ മക്കളായതുകൊണ്ട് നമ്മുടെ ആ ഉടമ്പടി തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ദത്തെടുത്തതാണെന്ന് പറഞ്ഞു. അത് അവർക്ക് അറിയില്ല, നമ്മൾ അങ്ങനെ എടുത്തതാണ് എന്നാലും നിന്നെ ഒരു കുറവില്ലാണ്ടല്ലോ ഇത്രയും കാലം വളർത്തിയാണ് എന്നൊക്കെ പറഞ്ഞ അമ്മ സെന്റിമെന്റ് ആയി. അപ്പൊ ആൾ ഓക്കെ എന്നൊക്കെ ഒരാൾ തിരിച്ചു വന്നു. എന്റെ ഇവിടെ നോക്കി ചോദിച്ചു, നിനക്ക് ഇതെങ്ങനെ മനസ്സിലായി? എന്റെ അമ്മ നിനക്ക് മുന്നേ പരിചയക്കാരുണ്ടാ? അപ്പൊ പ്രജ പറഞ്ഞു, എനിക്കും മുന്നേ പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതേ, രാജാവ് ശരിക്കും രാജാവിനെ പോലെ അല്ല പെരുമാറണേ. എന്ന് വെച്ചാൽ രാജാവിന്റെ മനസ്സ് അങ്ങനെയല്ല, ഓപ്പൺ മൈൻഡഡ് അല്ല എന്ന് പറഞ്ഞു. ഓപ്പൺ മൈൻഡഡ് അല്ലാന്നോ? അതെന്താ മനസ്സിലാക്കിയെന്ന് വെച്ചപ്പോൾ ആള് പറഞ്ഞു, സാധാരണ രാജാവിന് ഇഷ്ടപ്പെട്ട പ്രകൃത്യങ്ങൾ എന്ന് വെച്ചാൽ രാജാവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രാജാവ് പാരിതോഷികം കൊടുക്കുക. നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡായിട്ട് നിനക്ക് എന്താ വേണ്ടതെന്നാണ് രാജാക്കന്മാർ ചോദിക്കുക. പക്ഷെ രാജാവ് എന്നോട് അങ്ങനെയല്ല ചോദിക്കുന്നത്. ഞാൻ ഓരോ തവണയും രാജാവിന് സേവനം ചെയ്യുമ്പോഴും രാജാവ്, അവൻ ആ പശുവിന് കൊടുക്ക്, അവന് ഈ ആടിന് കൊടുക്ക്, അവന് ഇത് കൊടുക്ക്, അവന് അത് കൊടുക്ക് എന്ന് മാത്രം അങ്ങനെ പറയണുള്ളൂ. രാജാവ് എനിക്ക് സമ്മാനങ്ങൾ തരുന്നുണ്ട്, പക്ഷെ രാജാവിന് ഇഷ്ടപ്പെട്ടത് തരാ ചെയ്യുന്നത്. അല്ലാണ്ട് ശരിക്കും രാജാക്കന്മാർ ചോദിക്കണ പോലെ പ്രജയോട് നിനക്ക് എന്താ വേണ്ടേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നെ, നിനക്ക് എന്താ വേണ്ടെന്നല്ല ചോദിക്കണേ. എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡ്. ഒരു ലീഡർക്ക് ഓപ്പൺ മൈൻഡ് വളരെ പ്രധാനമാണ്. നമ്മളെ എല്ലാവരും ഒരേപോലെ പെരുമാറാനും എല്ലാവർക്കും ഒരേപോലെ സർവീസ് കൊടുക്കാനും പറ്റണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ മൈൻഡ് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു ആൻസർ ഇടയ്ക്ക് ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് അച്ചീവ്മെന്റ് തരണം, ഞാൻ എന്താ ചെയ്തു തരണ്ടേ എന്ന് ചോദിക്കാറില്ലേ? ഗിരീഷ് സാർ ചോദിക്കാറില്ലേ? മൂർത്തി സാറ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മൂർ സാറ്. മൂർ സാറിന്റെ എ സൈഡ് ബി സൈഡ് നമുക്ക് അറിയോ? അറിയില്ല. കാരണം എന്താ, മൂർ സാർ എല്ലാവരോടും പെരുമാറുന്ന ഒരുപോലെയാ. അതുകൊണ്ട് നമുക്ക് മൂസാന്റെ ഏസയുടെ ഏതാ ബീസയുടെ ഏതാ നമുക്ക് അറിയില്ല. ശരിയല്ലേ? ഇതാണ് ഓപ്പൺ മൈൻഡ്. ആ ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വരണം. അപ്പോ നമ്മുടെ ലക്ഷണം നോക്കി ടീം പറയും നിങ്ങൾ ലീഡറാണോ അല്ലയോ എന്നുള്ളത്. ആ ലക്ഷണം നോക്കി ടീം പറയുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ വളരണം. അവർക്ക് ലീഡറാന്ന് തോന്നണമെങ്കിൽ നമ്മൾ വളരണം. അതിന് വി ഹാവ് ടു ലേൺ ലേൺ ലേൺ. പഠിക്കണം പഠിക്കണം പഠിക്കണം. സ്കില്ല് വളർത്തണം വളർത്തണം വളർത്തണം. വേറെ വഴിയില്ല ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോവാ. സക്സസ് നിങ്ങൾക്ക് ദൂരമല്ല. നമ്മൾ എത്രത്തോളം നമ്മുടെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നോ അത്രയും സക്സസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ കത്തിക്ക് മൂർച്ച കൂട്ടുക. ബെറ്റർ ടു ബെറ്റർ, ബെറ്റർ ടു ബെറ്റർ മറക്കരുത്. എന്നും ഡാൻസർ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും ഡാൻസർ പറയുന്ന ആ വാക്കിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. ഇന്നത്തേക്കാൾ ഇന്ന് നന്നായിട്ട് ചെയ്യണം, ഇന്നത്തേക്കാൾ നന്നായിട്ട് നാളെ ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിക്കും. ഇത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. മാസാവസാനമായി, ക്ലോസിംഗ് ആയി. അതിൻ്റെതായ കാര്യങ്ങൾ ആർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കറക്റ്റായിട്ട് നോക്കി നോക്കി ആർക്കും സ്ലാബ് പോവാതെ, ആരുടെയും അച്ചീവ്മെന്റുകൾ മിസ്സായി പോവാതെ, ആർക്കും കമ്മീഷൻസ് മിസ്സായി പോവാതെ, ആർക്കും കൺസിസ്റ്റൻസി മിസ്സായി പോവാതെ നോക്കുക. വലിയൊരു സൂപ്പർവിഷൻ, വലിയൊരു സൂപ്പർവൈസർ എന്ന രീതിയിലേക്ക് മാറുക. എല്ലാവർക്കും വലിയ വിജയാശംസ നേരുന്നു. ഇന്നിങ്ങനെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി രാജൻ സാറ്, ഗിരീഷ് സാർ, എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സ്, അൻറ്റു സാർ, അർജുൻ സാർ, എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. JRCM, ഗുഡ് ആർ സി എം ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു. താങ്ക് യു.